ഹായ് ഡിയേഴ്സ്, എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടെ ചുമ്മിയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ നമ്മുടെ PRBക്ക് 6th സെമിസ്റ്ററിലെ ക്ലാസിക്കൽ മിഡീവൽ പോയട്രി എന്ന പേപ്പറിലെ ബ്ലോക്ക് നമ്പർ 3 യൂണിറ്റ് നമ്പർ 2 നമ്മളുള്ളത്. ഓക്കെ, ഖസീദത്തു യാ ഖുലാത്തൽ ഇബാദി ഇന്ന അലൈക്കും യാ ഖുലാത്തൽ ഇബാദി ഇന്ന അലൈക്കും എന്ന് തുടങ്ങുന്ന ഒരു ഖസീദയാണ് ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. യാ ഖുലാത്തൽ ഇബാദി ഇന്ന അലൈക്കും എന്ന് പറഞ്ഞതിൻ്റെ വരികളുടെ തുടക്കം, അത് ആണ് ആ ഖസീദക്ക് പേര് നൽകിയിട്ടുള്ളത്. ഉമറുബ്നു അബി റബിയ, ഉമറുബ്നു അബ്ദുല്ലാഹി അബി റബിയ എന്ന നമ്മൾ മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ട്. അമവിയ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട കുറേ കവികളുടെ കൂട്ടത്തിൽ 4ാമതായിട്ട് എണ്ണിയ ഒരാളായിരുന്നു നമ്മൾ. അഖ്തലും അൽഫറസക്കും ജരീറും കഴിഞ്ഞിട്ട് അവരുടെ അതേ തൊബക്കയിൽപ്പെട്ട ആൾ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് 4ാമതായി എണ്ണിയ ഗസ്ല് വിഭാഗത്തെ കവിത, ഗസ്ല് സ്വരീഹിൻ്റെ അത് മാത്രം അതിൽ ശ്രദ്ധ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു പ്രധാന കവിയായിരുന്നു ഉമർ ബിൻ അബി റബിയ. ആ ഉമർ ബിൻ അബി റബിയയുടേതാണ് ഈ യാ ഖുലാത്തൽ ഇബാദി ഇന്ന അലൈക്കും എന്ന് തുടങ്ങുന്ന ഈ ഒരു ഖസീദ കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു യൂണിറ്റ് പഠിക്കുന്നതിലൂടെ നമുക്ക് ഈ ഉമർ ബിൻ അബി റബിയ, ഉമറുബിനു അദ്ദേഹത്തിൻ്റെ പൂർണ്ണ പേര് ഉമറുബ്നു അബ്ദുല്ലാഹിബിൻ അബി റബിയ എന്നാണ്. ഇവിടെ ഉമർ ബിൻ അബി റബിയ എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദറിലേക്ക് ചേർത്തുകൊണ്ട് അങ്ങനെ ഉമറുബ്നു അബി റബിയ എന്നേ പറഞ്ഞിട്ടുള്ളൂ എന്ന് മാത്രം. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ പേര് അബ്ദുള്ള എന്നാണ്. ഉമറുബ്നു അബ്ദുല്ലാഹിബിൻ അബി റബിയ എന്ന അമവി കവിയെ നമ്മൾ ഇവിടെ പരിചയപ്പെടുന്നു. അതുപോലെ തന്നെ അമവി കാലഘട്ടത്തിലെ കവിതയുടെ ടെക്സ്റ്റ് അത് ഒന്ന് വായിക്കാനുള്ള കഴിവ് അതൊന്ന് വികസിപ്പിക്കാൻ പറ്റും. ഈ ഒരു പാഠം പഠിക്കുന്നതിലൂടെ അത് വികസിപ്പിച്ചെടുക്കാൻ പറ്റുമെന്നതാണ് രണ്ടാമതായി പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊന്ന്, ഈ ഒരു കവിത, ഇവിടെ ഈ പറയുന്ന ഖസീദത്തു യാ ഖുലാത്തൽ ഇബാദി ഇന്ന അലൈക്കും എന്ന ഈ ഒരു കവിത ആസ്വദിക്കാൻ സാധിക്കുമെന്നതാണ് മൂന്നാമത്തേതായി പറയുന്നത്. അതുപോലെ തന്നെ കവിതയുടെ അമവി കാലഘട്ടത്തിലുണ്ടായിരുന്ന കവിതകളുടെ പ്രമേയങ്ങൾ, അതിൻ്റെ സബ്ജക്റ്റുകൾ, വിഷയങ്ങൾ, അതുപോലെ കവിതയുടെ അതിൻ്റെ അന്നത്തെ ആ കവിതകളുടെ സവിശേഷതകൾ, ഇവ മനസ്സിലാക്കാൻ ഇവയുമായി കൂടുതൽ ഇടപഴകാനുള്ള ഒരു കഴിവ് അതും വർദ്ധിപ്പിക്കും ഈ ഒരു യൂണിറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ മുഖവുര പ്രിറിക്വസിസ് നോക്കൂ എന്നാണ്. അമവിയ കാലഘട്ടത്തിലെ കവിത എന്നത് ജാഹിലിയ കാലഘട്ടത്തിലെ കവിതയുടെ ഒരു വിപുലീകരണമാണ്. അതിനെ വികസിപ്പിച്ചെടുത്ത പ്രകൃതിപരമായിട്ടുള്ള അതിൻ്റെ ഒരു വിപുലീകരണമാണ്. സ്വാഭാവികമായിട്ടുള്ള എന്ന് പറയാം, സ്വാഭാവികമായിട്ടുള്ള അതിൻ്റെ ഇംതിദാദ്, അതിൻ്റെ ഒരു വിപുലീകരണമാണ് യഥാർത്ഥ ജാഹിലിയ കവിതയുടെ ഒരു സ്വാഭാവിക വിപുലീകരണമായിട്ടാണ് അമവിയ കാലഘട്ടത്തിലെ കവിതയെ കണക്കാക്കപ്പെടുന്നത്. അതിൻ്റെ ശൈലിയുടെ വിഷയത്തിലും അതുപോലെ അതിൻ്റെ കണ്ടൻറ്റിൻ്റെ വിഷയത്തിലും ജാഹിലിയ കാലഘട്ടത്തിൽ വൃത്തവും പ്രാസവും ഒക്കെ അതിൻ്റെ ആ നിയമങ്ങളിൽ ഭദ്രമായിട്ടുള്ള കവിതകളാണ് ജാഹിലിയ കവിതകളെങ്കിൽ അതേ ഒരു രീതിയിൽ തന്നെ അതേ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതാണ് അമവിയ കവിതയിലുമുള്ളത്. അപ്പോൾ അതിൻ്റെ ശൈലിയുടെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ കണ്ടൻറ്റുകൾ നോക്കുകയാണെങ്കിൽ ജാഹിലിയ കാലത്ത് ഉണ്ടായിരുന്ന ഗസ്ല് പോലെയുള്ള കണ്ടൻറ്റ് തന്നെ അമവിയ കാലത്തും കണ്ടൻറ്റുകളായിട്ടും ഉണ്ട്. അപ്പോൾ കണ്ടൻറ്റിൻ്റെയും ഇതിൻ്റെയൊക്കെ ഇതിൽ ഇങ്ങനെയുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു വിപുലീകരണമാണ് അമവിയ കവിത എന്ന് പറയാം. ഓക്കെ, അമവിയ കാലഘട്ടത്തിലുള്ള കവികൾ അവർ ഭാഷാപരമായ സാഹിത്യം, അതുപോലെ തന്നെ ആ വാക്കുകൾ ഉപയോഗിക്കുന്ന ഘടനയുടെ ശക്തി, അതുപോലെ വാക്കുകളുടെ അതിൻ്റെ മികവുറ്റ വാക്കുകളായിരിക്കുക എന്ന വിഷയങ്ങളിലൊക്കെ അവ ജാഹിലിയ കാലഘട്ടത്തിലുള്ളതുപോലെ തന്നെ കാത്തു സൂക്ഷിച്ചവരായിരുന്നു അമവിയ കാലഘട്ടത്തിലുള്ള കവികളും എന്നാണ് പറയുന്നത്. ഹാഫള ശുഅറ ഫി ഹാദൽ അസ്രി അലാ ഫസ്വഹത്തിൽ ലുഗതി വഖുവത്തി തറാകീബി വജസാലത്തിൽ അൽഫ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ അതിൻ്റെ ശൈലിയും രീതിയൊക്കെ പറഞ്ഞതിൽ നിന്ന് തന്നെ മനസ്സിലാവുന്ന ചില കാര്യങ്ങൾ തന്നെ ഇനി പറയാം. കമ വല്ലത്തിൽ ഖസീദത്തുൽ അറബിയത്തു മുൽതസമതൻ ബി വഹദത്തിൽ വസ്നി വൽ ഖാഫിയ. എപ്പോഴും
വസ്ന് വൃത്തവും അതുപോലെ പ്രാസത്തിൻ്റെയൊക്കെ യൂണിറ്റ് അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം അത് ആ ഒരു നിയമം കൃത്യമായി പാലിക്കുന്ന ഒരു തരത്തിൽ തന്നെയായിരുന്നു അമവിയ കാലഘട്ടത്തിലുള്ള കവിതകൾ. അന്നും അങ്ങനെ തന്നെയായിരുന്നു. ജാഹിലിയ കാലഘട്ടത്തിലുള്ളതുപോലെ തന്നെ അത് അമവിയ കാലഘട്ടത്തിലും വൃത്തം അഥവാ വസ്ന്, കാഫിയ, പ്രാസം ഇവ പാലിക്കുന്നത് തുടർന്നു. അതിൻ്റെ ഒരു കൃത്യമായ ആ ഒരു ചിട്ടവട്ടങ്ങളിൽ തന്നെയായിട്ടാണ് കവിത അന്നും രചിക്കപ്പെട്ടിരുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ആ ഒരു പാരമ്പര്യം അതുപോലെ തന്നെ കീപ്പ് ചെയ്യുന്ന ഒരു രീതി അല്ലെങ്കിൽ ആ ഒരു ജാഹിലിയ കാലഘട്ടത്തിലുള്ള കവിതകളെ ഒന്നുകൂടെ സ്വാഭാവികമായി അതിനെ വികസിപ്പിച്ചു കൊണ്ടുവരിക എന്ന ഒരു ആശയം അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അത് ഉണ്ടായി തീർന്നത് എന്ന് ചോദിച്ചാൽ അഥവാ ആ ഒരു കവിത ജാഹിലിയ കാലഘട്ടത്തിലെ കവിതാ പാരമ്പര്യത്തെ അതിൽ മുറുകെ പിടിക്കൽ അത് ഉണ്ടായത് യഥാർത്ഥത്തിൽ ആരുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ്? അമവിയ ഭരണാധികാരികൾ തന്നെ സ്വയം അവർ ചെയ്ത ഒരു കാര്യമാണ്. അമവിയ ഭരണാധികാരികൾ തന്നെ ആ ഒരു ജാഹിലിയ കാലഘട്ടത്തിലെ കവിതാ പാരമ്പര്യം നിലനിർത്തണമെന്നൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ കാനൂമിൻ സ്വമീമിൽ അറബ്, കാരണം അവർ യഥാർത്ഥ അറബികളായിരുന്നു, തനി അറബികളായിരുന്നു ഈ അമവി ഖലീഫമാരൊക്കെ എന്നതുകൊണ്ട് അവർക്ക് ആ അറബിയൻ പാരമ്പര്യം നിലനിർത്തണമെന്നതിൽ വലിയ നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. അതുപോലെ വൈഫ്ഖറൂന ബി ഉസൂലിഹിം, അവർ തങ്ങളുടെ പാരമ്പര്യത്തിൽ വല്ലാതെ അല്ലെങ്കിൽ മുൻഗാമികളെക്കുറിച്ചൊക്കെ വല്ലാതെ അഭിമാനിക്കുകയും അവരുടെ മുൻഗാമികളുടെ ശൈലി ഇഷ്ടപ്പെടുന്നവരുമായിരുന്നു. യഫ്ഖറൂന ബി ഉസൂലിയും, തങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ അവരെക്കുറിച്ചോർത്ത് അവരിൽ അഭിമാനം കൊള്ളുന്നവരുമായിരുന്നു ആ അമവിയ ഭരണാധികാരികൾ. അതുപോലെ യുഅ്ജിബൂന ബി അസാലിബിൽ ഖുദമാ, മുൻഗാമികളായിട്ടുള്ള ആ കവികൾ അവരുടെയൊക്കെ ആ ശൈലികളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവരുമായിരുന്നു അമവിയ ഖലീഫമാർ എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ടൊക്കെ തന്നെയാണ് ആ ഒരു പാരമ്പര്യത്തിൻ്റെ തുടർച്ച എന്ന രീതിയിൽ അതിൻ്റെ ഒരു സ്വാഭാവികമായ വിപുലീകരണമായിട്ട് തന്നെ അമവിയ കവിതകൾ കടന്നു വന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ അക്രമൂഹും അവർ എന്ത് ചെയ്തു? ഈ അമവിയ ഭരണാധികാരികൾ അവരിൽ ഉണ്ടായിരുന്ന ആ സമൂഹത്തിൽ അന്ന് നിലനിന്നിരുന്ന കവികളെ ആ കവികളെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് അർഹിക്കുന്ന സ്ഥാനം വകവെച്ച് കൊടുക്കുകയും ചെയ്തു അക്രമൂഹം. ഓക്കെ, അന്നത്തെ അതുപോലെ അവർ അന്ന് സാഹിത്യത്തിൻ്റെയും സാഹിത്യപരമായിട്ടുള്ള ചർച്ചകളുടെയൊക്കെ വേദികൾ ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ്. ജഅലൂമി മജാലിസിഹിം, അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഇവർക്ക് കവിത ചൊല്ലാനും ഒക്കെയുള്ള വേദികൾ തയ്യാറാക്കി കൊടുക്കുകയും ചെയ്തിരുന്നു അമവിയ ഭരണാധികാരികൾ എന്നുള്ളതാണ്. ഓക്കെ, ഇങ്ങനെയുള്ള വളരെ പ്രക്ഷോഭിതമായ ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് അമവിയ കാലഘട്ടത്തിലും ധാരാളം പ്രധാനികളായ അറബി കവികൾ കടന്നു വന്നത്, അറബി കവികൾ വളർന്നു വന്നത്. ഓക്കെ, അങ്ങനെ വളർന്നു വന്ന അമവിയ കാലഘട്ടത്തിലെ ധാരാളം കവികളെ നമ്മൾ വിവരിച്ചിട്ടുണ്ടല്ലോ. അത്തരത്തിലുള്ള 13 കവികളെ പേര് തന്നെ പറഞ്ഞ് നമ്മൾ വിശദമായിട്ട് പഠിച്ചു. അവരിൽ പ്രധാനികളിൽ ഒരാളാണ് നമ്മളിവിടെ കവിത പഠിക്കാൻ പോകുന്ന ഈ കവിത എഴുതിയ കവിയായ ഉമർ ബിൻ അബി റബിയ മക്കാനബിൻ അബ്രസിഹിം ഉമർ ബിൻ അബി റബിയ. ഓക്കെ, അഹദു അഷ്ഹരി ഷുറാഇൽ ഗസ്ൽ, അദ്ദേഹം ഗസ്ൽ എന്ന വിഭാഗത്തിൽപ്പെട്ട കവിതയുടെ വിഷയത്തിൽ പ്രശസ്തനായ കവികളിൽ ഒരാളാണ്. ഗസ്ൽ എന്ന കവിതാ വിഭാഗത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള പ്രധാന കവികളിലെ ഒരാളാണ് നമ്മുടെ ഈ ഉമർ ബിൻ അബി റബിയ. അമവിയ കാലഘട്ടത്തിലെ അത്തരം കവികളിലെ പ്രധാനിയാണ് എന്ന് മാത്രമല്ല ഗസ്ൽ പലതരത്തിലും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 3 തരത്തിൽ ഗസ്ൽ ഉദ്രി ഉണ്ട്, ഗസ്ൽ ഹദരി അഥവാ ഗസ്ൽ സരീഹ് എന്നൊക്കെ പറയുന്ന ഗസ്ൽ ഹദരി ഉണ്ട്, പിന്നെ ഗസ്ൽ തഖ്ലീദി ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഇദ്ദേഹം ഗസ്ൽ ഹലരി അല്ലെങ്കിൽ ഗസ്ൽ സ്വരീഹ് എന്നൊക്കെ പറയുന്നത് രണ്ടും കൂടി ഒരുമിച്ച് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ. ഗസ്ൽ ഹലരി അല്ലെങ്കിൽ ഗസ്ൽ സ്വരീഹ് അഥവാ ഗസ്ൽ ഹദരി സ്വരീഹ് എന്ന ആ ഒരു ഗസ്ൽ വിഭാഗത്തിൻ്റെ തലവൻ തന്നെയായിരുന്നു, അതിൻ്റെ ഒരു നായകൻ തന്നെയായിരുന്നു അദഫിൽ ഖർനിൽ അവൽ ഹിജറയുടെ 1-ാം നൂറ്റാണ്ടിലെ അതിൻ്റെ ഒരു നായകൻ തന്നെയായിരുന്നു നമ്മൾ ഇവിടെ കവിത ചൊല്ലാൻ പോകുന്ന ഉമർ ബിൻ അബി റബിയ. ഓക്കെ, ഈ ഉമർ ബിൻ അബി റബിയ എന്നവർ വളരെ ആഡംബരവും അതുപോലെ തന്നെ ഒഴിവുവേളകളൊക്കെ ധാരാളം ഉണ്ടായിരുന്ന, അതിനാൽ സമ്പന്നമായി നിറഞ്ഞു കവിഞ്ഞ
വളരെ സിമ്പിളായിട്ടുള്ള, അതായത് വലിയ നിയമത്തിൻ്റെ കാർക്കശ്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ജീവിത സാഹചര്യത്തിലാണ് അദ്ദേഹം വളർന്നു വന്നത്. ഉമറു ഫി ബീഅത്തിൻ മൈസൂറത്തിൻ മംലൂഅത്ത് മൈസൂറ, വളരെ സിമ്പിളായിട്ട് കാര്യങ്ങളെല്ലാം സിമ്പിളായിട്ട് കാണുന്ന, വലിയ ടൈറ്റായിട്ടുള്ള തരത്തിലുള്ള നിയമങ്ങൾ, കർശന കാർക്കശ്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് അദ്ദേഹം വളർന്നു വന്നത്. മംലൂഅത്തിൻ ബി തറഫി വൽ ഫറാഗ്, അവിടെ ആഡംബരങ്ങൾ ഒക്കെ വളരെ കൂടുതലായിരുന്ന, അതുപോലെ തന്നെ വൽ ഫറാഗ് ഒഴിവുവേളകൾ, അങ്ങനെ ഒഴിവുവേളകളിൽ പലയിടങ്ങളിലായിട്ട് ആളുകൾ കൂടിയിരിക്കുകയും സമയം ചെലവഴിക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു സിസ്റ്റമൊക്കെ ഉണ്ടായിരുന്ന ഒരു സമൂഹത്തിലാണ് അദ്ദേഹം വളർന്നു വരുന്നത്. അതാണ് മിമ്മ ശക്കല ഷഖ്സിയത്തു ശരിയ, അതാണ് അദ്ദേഹത്തിൻ്റെ കവിതാപരമായിട്ടുള്ള ആ ഒരു വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുകയും ഫതഹലഹുൽ മജാല ലിയുബ്ദിയ ഫി വസ്ഫിൽ മർഅതി വഅവാതിഫിഹ ബിദിഖത്തിൻ ഗൈരി മസ്ബൂഖ, അവരുടെ മുമ്പുള്ള കവികൾക്കും ആളുകൾക്കൊന്നും സാധിക്കാത്ത തരത്തിലുള്ള, അതാണ് ഗൈർ മസ്ബൂഖ എന്ന് പറയുന്നത്, അൺപ്രസിഡൻറ്റ് എന്ന് പറയും, അഭൂതപൂർവമായിട്ടുള്ള എന്ന് പറയും മലയാളത്തിൽ, അതായത് മുമ്പ് ഇല്ലാത്ത തരത്തിലുള്ള സൂക്ഷ്മമായ രീതിയിൽ സ്ത്രീയെ വർണ്ണിക്കുവാനും സ്ത്രീയുടെ വികാരങ്ങളെയൊക്കെ സുന്ദരമായി അവതരിപ്പിക്കുവാനുമുള്ള സാഹചര്യം അദ്ദേഹത്തിന് ഒരുക്കിയത്, വഴി തുറന്നു കൊടുത്തത് ഇത്തരത്തിലുള്ള ഒരു പ്രത്യേക ജീവിത സാഹചര്യത്തിലൂടെയാണ് അദ്ദേഹം വളർന്നത് എന്ന ആ ഒരു അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വളർന്നു വലുതായ ആ ജീവിത സാഹചര്യമായിരുന്നു അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു പ്രത്യേകമായ, ഇത്രയും സൂക്ഷ്മമായ സ്ത്രീകളെ വർണ്ണിക്കാനും ആ രീതിയിലുള്ള ഒരു തലത്തിലേക്ക് പോവാൻ, അതിൽ വലിയ മികവ് പുലർത്താൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കി മാറ്റിയത്, അതിനുള്ള വഴി തുറന്നത് എന്ന്. ഓക്കെ, നേരത്തെയും പറഞ്ഞിട്ടുള്ളത് അഖ്തല്, അതുപോലെ അൽ അഖ്തല്, അൽ ഫറസ്ദഖ്, ജരീർ തുടങ്ങിയിട്ടുള്ള ഏറ്റവും പ്രധാനികളായ ആ കാലഘട്ടത്തിലെ പ്രധാനികളിൽ ഏറ്റവും പ്രധാനികളായിട്ടുള്ള ആ വിഭാഗം, ആ കവി വിഭാഗത്തിൻ്റെ ആ ഗ്രേഡിൽപ്പെട്ട കവികളിലെ ഒരാളായിരുന്നു നമ്മുടെ ഈ ഉമർ ബിൻ അബി റബീഅയും. ഉമർ ബിൻ തൊബഖത്തിൻ ശരീഅത്തിൻ മർമൂഖ്, അത്യുന്നതമായ കവി കാറ്റഗറിയിൽപ്പെട്ട ആളായിരുന്നു. ആരൊക്കെ ഉൾക്കൊള്ളുന്ന, ജരീറിനെയും ഫറസ്ദഖിനെയൊക്കെ ഉൾക്കൊള്ളുന്ന ആ കവി കാറ്റഗറിയിൽപ്പെട്ട ആളായിരുന്നു നമ്മുടെ ഉമർ ബിൻ അബി റബീഅ. എന്നാൽ അദ്ദേഹം പൂർണ്ണമായിട്ടും ഗസ്ല് എന്നൊരു അറദിലുള്ള കവിതകൾ മാത്രമാണ് അദ്ദേഹം രചിച്ചത് എന്നത് മറ്റു കവികളിൽ നിന്ന് അദ്ദേഹത്തെ വേറിട്ട് നിർത്തുന്നു, അദ്ദേഹം വേറിട്ട് നിൽക്കുന്നതിലൂടെ എന്നാണ്. ഫഖ്തസബിഹി തഖരീബൻ, ഏകദേശം അദ്ദേഹം പൂർണ്ണമായിട്ടും ഗസ്ലിന് വേണ്ടിയാണ് കവിത എഴുതിയെന്ന് പറയാം, എന്നാൽ തഖരീബനാണ്. എല്ലാ കവിതകളും അതല്ലാത്ത ഒരു കവിതയും എഴുതിയെന്ന് അർത്ഥമില്ല എന്നർത്ഥം. വജഅല മിൻഹു ഫനൻ മുസ്തഖിലൻ യഖൂമു അലൽ ഉസ്ലൂബിൽ ഖിസസി വൽ ഹിവാരിൽ ആദ്ബി വൽ മൂസിഖ അൽ ലഫ്ളിയ്യത്തി റഖീഖ, അദ്ദേഹം ഈ ഗസ്ല് ഹദരി, ആ ഗസ്ലിനെ ആ ഒരു എന്താണ് കവിതയുടെ ഒരു വേറിട്ട ഒരു ബ്രാഞ്ച് തന്നെ ആക്കി മാറ്റി, അല്ലെങ്കിൽ അങ്ങനെ ബ്രാഞ്ചായി മാറുകയായിരുന്നു അദ്ദേഹം. അതിൽ തന്നെ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആ ഒരു വിഭാഗം കവിതയെ വളർത്തിയെടുക്കുന്നതിലൂടെ അത് അൽ ഉസ്ലൂബിൽ ഖിസസി, കഥാ അവതരണത്തിൻ്റെ ഒരു ശൈലിയിൽ, വ്യത്യസ്ത കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെയുള്ള ശൈലിയിലും, വൽ ഹിവാരിൽ അദ്ബ്, വളരെ മധുരമുള്ള വളരെ രസകരമായിട്ടുള്ള ആസ്വാദ്യകരമായിട്ടുള്ള സംഭാഷണങ്ങളുടെ ശൈലി, അതുപോലെ വൽ മൂസിഖ അൽ ലഫ്ളിയ്യ റഖീഖ, നേരിയ ശബ്ദങ്ങളോടെയുള്ള സംഗീതത്തിൻ്റെ സംഗീതം വരുന്ന ഒരു ശൈലി ഉള്ള കവിതകൾ, അതിനൊക്കെ പറ്റിയ ആ ഒരു സംഗീതം കൊണ്ട് താളം പിടിക്കാൻ കൂടെ പറ്റിയ കവിതകൾ രചിച്ചു എന്നുള്ളതാണ്. ഓക്കെ, സംഗീതമായിട്ട് ആലപിക്കാൻ പറ്റിയ കവിതകൾ. ലിദാ ഫൈന ദിറാസത്ത് ശിഅരി ഉമർ ബിൻ അബി റബീഅ തുമസ്സിലു നാഫിദത്തൻ മുഹിമ്മത്തൻ ലിഫഹ്മി മലാമിഹിൽ മുജ്തമഇൽ അമവി അൽ ഹദരി, അതുകൊണ്ട് തന്നെ ആ നാഗരികമായ അഥവാ നഗരപ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിച്ചിരുന്ന അമവിയ കാലഘട്ടത്തിലെ സമൂഹം, ആ സമൂഹത്തിൻ്റെ ഒരു പ്രതിച്ഛായ, അവരുടെ ഒരു ചിത്രം, അവരുടെ ഒരു രൂപം, അത് വ്യക്തമായി മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിൻഡോ പോലെ ആണ് ഉമർ ബിൻ അബി റബീഅയുടെ കവിതകൾ പഠിക്കുമ്പോൾ അമവിയ കാലഘട്ടത്തിലുണ്ടായിരുന്ന സമൂഹത്തിൻ്റെ അവരുടെ നാഗരികമായ ജീവിതത്തെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ചിത്രം, ഒരു ചിത്രത്തിലേക്ക്, ലോകത്തേക്ക് നമ്മളെ എത്തിക്കുന്ന ഒരു വിൻഡോ ആണ് അത് എന്ന് നമുക്ക് പറയാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, വമാ ഷഹിദഹു മിൻ തഗയ്യുറാത്തിൻ ഇജ്തിമാഇയ്യത്തിൻ വസഖഫിയ്യ, അതുപോലെ അദ്ദേഹം സാക്ഷിയായ സാമൂഹികവും സാംസ്കാരികവുമായ മാറ്റങ്ങളും ഒക്കെയും അദ്ദേഹത്തിൻ്റെ കവിതകൾ കൃത്യമായി പഠിക്കുമ്പോൾ നമുക്ക് അതിലേക്കുള്ള വഴി തുറക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കവിത പഠിക്കുന്നത് എന്ന്. ഇലാഫത്തൻ ഇലാ ജമാലിയാത്തി തജ്രിബിയത്തി ശരീഅത്തി റഖീഖത്തി ലത്തി മയ്യസതുഹു അൻ ഗൈരിഹി മിൻ ശുഅറാഇ അസ്രിഹി,
അതിൻ്റെ പുറമെ അദ്ദേഹത്തിന് കവിതാപരമായിട്ടുള്ള സൗന്ദര്യങ്ങൾ വളരെ നേരിയ മറ്റു കാലഘട്ടത്തിലെ മറ്റു കവികളിൽ നിന്നൊക്കെ അദ്ദേഹത്തെ വേർതിരിച്ചു നിർത്തുന്ന കവിതാപരമായിട്ടുള്ള സൗന്ദര്യവും അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അത് ഇങ്ങനെ സ്ത്രീകളെ വർണ്ണിക്കുകയാണ് അതിൽ ചെയ്യുക. ഓദുൽ ഹദരി വരുമ്പോൾ ഓദുൽ ഹദരി, അത് ഓദുൽ സ്വരീഹ് അല്ലെങ്കിൽ ഓദുൽ ഹദരി സ്വരീഹ് എന്നൊക്കെ പറഞ്ഞാൽ അതിൽ പച്ചയായിട്ട് സ്ത്രീകളുടെ ശരീരത്തെയൊക്കെ ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ട് അതിൻ്റെ സൗന്ദര്യത്തെ, അതിൻ്റെ തുടിപ്പിനെയും വല്ലാതെ വർണ്ണിച്ചുകൊണ്ട് അങ്ങനെ സ്ത്രീകൾ അവരോടുള്ള ആ ഒരു പ്രണയം, അത് ശരീരത്തോട് തന്നെയുള്ള പ്രണയം പ്രകടിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള ഗസലാണല്ലോ ഗസൽ ഹദരി അല്ലെങ്കിൽ ഓദുൽ സ്വരീഹ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ കവിതകളിൽ കടന്നു വരിക, മുഴുവനായിട്ടും അങ്ങനെ തന്നെയാണ് കടന്നു വരിക. അങ്ങനെ സൂക്ഷ്മമായിട്ട് അത്രയും അങ്ങനെ കവികളെ അദ്ദേഹത്തിന് സ്ത്രീകളെ അത്രയും വർണ്ണിക്കാൻ, സൂക്ഷ്മമായിട്ട് തന്നെ വർണ്ണിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത് അതിൻ്റെ മുമ്പുണ്ടായിരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറി ആ സമൂഹത്തിൽ കുറച്ചുകൂടെ ലൂസായിട്ടുള്ള ഒരു നിയമ സംവിധാനം കാര്യങ്ങളൊക്കെ വന്ന് കൂടുതലായിട്ട് ആളുകൾ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടത് മനസ്സിലാക്കിയിട്ടുണ്ട്. അഥവാ ആളുകൾ, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഇങ്ങനെ പാട്ടിൻ്റെയും മറ്റിൻ്റെയും വേദികളിലൊക്കെ യുവതികളും യുവാക്കളൊക്കെ ഒരുമിച്ച് ഇങ്ങനെ നേരിട്ട് കാണുന്ന രീതിയിൽ ഇങ്ങനെ പരസ്പരം ചേർന്നിരിക്കുന്നതൊക്കെ ഒരു സാഹചര്യം വന്നതു. അങ്ങനത്തെ സാഹചര്യം വരികയും ആഡംബര ജീവിതം വർദ്ധിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ നേരിട്ട് തന്നെ ഇങ്ങനെ കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ വർണ്ണിക്കാനുള്ള, സൂക്ഷ്മമായി തന്നെ വർണ്ണിക്കാനുള്ള ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ പാഠത്തിൽ കടന്നു വരുന്ന പ്രധാന തീമുകളൊന്ന് ശാരീരികമായിട്ടുള്ള സൗന്ദര്യം എന്നുള്ളതാണ്. അതുപോലെ തന്നെ പരിഹസിക്കുക, ഈ കവിതയിൽ അദ്ദേഹം ഇങ്ങനെ പരിഹസിക്കുന്നുണ്ട്, ചില കാര്യങ്ങൾ വല്ലാതെ പരിഹസിക്കുന്നുണ്ട്. അതുപോലെ തഹയ്യുസ്, തമീസ് അഥവാ വിവേചനവും പക്ഷപാതിത്വവും ഒക്കെ, അതുപോലെ വളരെ രഹസ്യമായ രീതിയിലുള്ള സാമൂഹിക വിമർശനം, രഹസ്യ ശൈലിയിലൂടെയുള്ള, പച്ചയായിട്ടല്ലാതെ വളരെ വ്യംഗ്യമായ ഭാഷയിൽ എന്നൊക്കെ മലയാളത്തിൽ പറയും, വ്യംഗ്യമായ ഭാഷയിലുള്ള സാമൂഹിക നിരൂപണം വരുന്നുണ്ട്. അതുപോലെ മുഫാറക്ക ബൈന ഷക്ലി വൽ മദ്മൂൻ, രൂപത്തിൻ്റെയും അതുപോലെ തന്നെ ആശയത്തിൻ്റെയും ഇടയിലുള്ള വിവേചനം. അതുപോലെ ഗസൽ വരുന്നുണ്ട്. അതുപോലെ മൈലു ഷഖ്സി, വ്യക്തിപരമായിട്ടുള്ള താല്പര്യം, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈ കവിതയുടെ വരികളിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ കവിയെക്കുറിച്ചുള്ള ചെറിയൊരു ഡിസ്കഷൻ, അഥവാ ഇനിയാണ് നമ്മൾ പാഠഭാഗത്തേക്ക് വരുന്നത്. ഓക്കെ, കവിയെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണം ആദ്യമായിട്ട് സാധാരണ നൽകുന്നത് പോലെ നൽകുകയാണ്. നമ്മൾക്ക് ഏകദേശം കുറഞ്ഞ ചിത്രങ്ങളൊക്കെ കവിയെക്കുറിച്ച് നമുക്കിവിടെ ഉണ്ട്. ഏതായാലും ഇവിടെ പറയാം. അത്താരിഫ് അൻ ഷായർ, കവിയെക്കുറിച്ചുള്ള ഒരു കവിയെ പരിചയപ്പെടുത്താൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് കവിയെ. ആരാണ് കവി? ഉമർ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു അബി റബീഅ അൽ മഖ്സൂമി അൽ ഖുറൈശി ഗോത്രക്കാരനാണ്. മഖ്സൂമി വിഭാഗത്തിൽപ്പെട്ട അബൂ റബീഅ ഇബ്നു അബ്ദില്ല. ഓക്കെ, അബൂ റബീഅ എന്ന് വല്യപ്പയുടെ പേര്, പിന്നെ ഗ്രാൻഡ് ഫാദറിൻ്റെ പേര്, പിന്നെ ഫാദറിൻ്റെ പേര്, അങ്ങനെ ഉമർ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു അബി റബീഅ അൽ മഖ്സൂമി അൽ ഖുറൈശി, ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണ പേര്. അബുൽ ഖത്താബ് എന്ന് അദ്ദേഹത്തിന് സ്ഥാനപ്പേരുണ്ട്, അബുൽ ഖത്താബ്. ഓക്കെ, അറഖു ശുഅറ ഈ അസ്രിഹി, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ കവികളിലെ ഏറ്റവും ലോലഹൃദയനായ ഒരു കവിയായിരുന്നു. പരസ്പരം ഗണ്ണിച്ചുകൊണ്ടുള്ള കവിതകൾ, ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള കവിതകൾ രചിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന മറ്റ് അഖ്തൽ, ഫറസഖ് പോലെയുള്ള പ്രധാന കവികളൊക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ അവരിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് വളരെ ലോലഹൃദയനായിട്ടുള്ള, ടെൻഡർ ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു കവിയായിരുന്നു നമ്മുടെ ഉമർ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു അബി റബീഅ. അതുകൊണ്ടാണ് ടെൻഡർ ഹാർട്ടഡ് ആയിട്ടുള്ള ഹൃദയങ്ങളിലാണ് കൂടുതൽ പ്രണയവും അനുരാഗവും ഒക്കെ മുട്ടിടുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു മനസ്സുള്ള ആളായിരുന്നു അദ്ദേഹം. മിൻ ത്വബഖത്തി ജരീർ വൽ ഫറസ്ദഖ്, ആ കാലഘട്ടത്തിലെ പ്രമുഖരായ ധാരാളം കവികളിലെ ഏറ്റവും പ്രമുഖരായ അൽ ഫറസ്ദഖ്, അൽ ജരീർ, അൽ അഖ്തൽ, ഇവരുടെയൊക്കെ കാറ്റഗറിയിൽപ്പെട്ട ആ ഒരു ഗ്രേഡിൽപ്പെട്ട കവി കൂടെയായിരുന്നു നമ്മുടെ ഇവിടെ നമ്മൾ കവിത ചൊല്ലാൻ പോകുന്ന ഉമർ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു അബി റബീഅയും. വലം യകുൻ ഫി ഖുറൈശിൻ അശ്അറ മിൻഹു, ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഖുറൈശി കുടുംബത്തിൽ ഒരിക്കലും അദ്ദേഹത്തെക്കാൾ മികച്ച ഒരു കവി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം ജനിച്ചത് പറയുന്നു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ട അതേ ദിവസം രാത്രിയിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഉമ്മയും ഉപ്പയും അദ്ദേഹം ഒരു നല്ല ഒരു ഉമറാവട്ടെ എന്ന് വിചാരിച്ച് സുമ്മിയ ബിസ്മിഹി,
ഉമർ റളിയല്ലാഹുവിൻ്റെ പേരിട്ടു എന്നാണ്. അതുകൊണ്ട് മാത്രം അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. ഏതായാലും അതാണ്, അങ്ങനെയാണ് അദ്ദേഹത്തിന് ആ പേരൊക്കെ വരുന്നത്. ഓക്കെ. വകാന യഫിദു അല അബ്ദുൽ മലിക് ബിൻ മർവാൻ. അബ്ദുൽ മലിക് ബിൻ മർവാൻ എന്ന അമവിയ കാലഘട്ടത്തിലെ ഒരു ഖലീഫയുടെ അടുത്തേക്ക് ഇദ്ദേഹം ചെല്ലാറുണ്ടായിരുന്നു, അദ്ദേഹത്തെ സമീപിക്കാറുണ്ടായിരുന്നു. ചെല്ലുമ്പോൾ അദ്ദേഹം വളരെ കൂടുതൽ ഇദ്ദേഹത്തെ വേണ്ട പോലെ ആദരിക്കുകയും അദ്ദേഹം വലിയ അടുപ്പം കാണിക്കുകയും ചെയ്യുമാൻ യുക്രിമുഹു യുഖരിബുഹു. ഓക്കെ. അങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ ഈ ഗസ്ലെ ഹദരി ഗസ്ലു സരീഹിൽ ഇങ്ങനെ അതാണ് വല്ലാതെ അതിൽ തന്നെ മുഴുകിയുള്ള ഒരു ജീവിതമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ അതിനു വേണ്ടി മാറ്റിവെച്ചതുപോലെയായിരുന്നു. അത് കാരണത്താൽ തന്നെ അദ്ദേഹം എവിടെയൊക്കെ സൗന്ദര്യവതികളായ സ്ത്രീകളെ കാണുന്നുവോ അവരെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഗസലിൻ്റെ പാട്ടുകൾ പാടിക്കൊണ്ട് അവരെ വശീകരിക്കുകയും അവരുടെ പിന്നിൽ കൂടുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അന്നത്തെ സമൂഹത്തിൻ്റെ ഒരു രീതി ആയതുകൊണ്ട് അദ്ദേഹത്തെ മാത്രം അതിൽ വളരെ മോശമായി കാണാൻ ചിലപ്പോൾ കഴിഞ്ഞുള്ള സാഹചര്യങ്ങളിൽ അദ്ദേഹം അതിൻ്റെ ഒരു പ്രതീകമാവുകയാണ് എന്നതാണ്. അത് നമ്മൾ അനുകൂലിക്കും പ്രതികൂലിക്കുകയല്ല, നമ്മൾ ആ ഒരു സംഭവങ്ങൾ പറയാം. ഓക്കെ. ഉമർ ബിൻ അബ്ദുൽ അസീസ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന അമവിയ കാലഘട്ടത്തിലെ ഖലീഫമാരിലെ എന്നാൽ ഏറ്റവും സച്ചരിത എന്ന വളരെ നല്ല ഒരു ഖലീഫ എന്ന ലോകത്ത് പേര് കേട്ടിട്ടുള്ള 5ാം ഖലീഫ എന്നൊക്കെ അറിയപ്പെട്ടുള്ള ഉമർ ബിൻ അബ്ദുൽ അസീസ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് അറിയുന്നതാണ്. അദ്ദേഹത്തോട് ഇദ്ദേഹത്തെക്കുറിച്ച് കംപ്ലൈൻറ്റ് പോവുകയുണ്ടായി, കംപ്ലൈൻറ്റ് രേഖപ്പെടുത്തുകയുണ്ടായി, ആവലാതി ഉന്നയിക്കപ്പെടുകയുണ്ടായി. എന്ത് ഹജ്ജിന് വരുന്ന സ്ത്രീകളെ പോലും ഇദ്ദേഹം അവരിലുള്ള വലിയ സൗന്ദര്യവതികളെ കാണുമ്പോൾ അവരുടെ പിന്നാലെയും കൂടി ഇങ്ങനെ ഇത്തരത്തിലുള്ള ഗസലിൻ്റെ കവിതകൾ ആലപിച്ചുകൊണ്ട് അവരെ വശീകരിച്ച് അവരെ കൂടുതൽ അവരെ വർണ്ണിച്ചുകൊണ്ട് അവരെയൊക്കെ ശല്യം ചെയ്യുന്നൊരു സ്വഭാവമുണ്ട്. യുഷബിബു ബിഹിന്ന എന്ന് പറഞ്ഞാൽ തൻ്റെ പ്രണയത്തിൻ്റെ കവിതകൾ അവരോട് അങ്ങനെ ചൊല്ലുക എന്നുള്ള അങ്ങനെയുള്ള ഒരു കംപ്ലൈൻറ്റ് ബോധിപ്പിച്ചപ്പോൾ ഫനഫാഹു ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എന്ന ആ ഭരണാധികാരി ഈ കവിയെ നാടുകടത്തുകയുണ്ടായില്ല, ദഹ്ലിക്കിലേക്ക് നാടുകടത്തുകയുണ്ടായി. ആ കാലഘട്ടത്തിൽ അമവിയ ഭരണാധികാരികളുടെ രീതിയായിരുന്നു ഇങ്ങനെ സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള അവരുടെ സമൂഹത്തിനും അവരുടെ ഭരണത്തിനൊക്കെ എതിരെ വളരെ സമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളുകളെയൊക്കെ ഇങ്ങനെ ദഹ്ലിക്ക് എന്ന സ്ഥലത്തേക്ക് നാടുകടത്തുക എന്നുള്ളത് ഒരു സിസ്റ്റമായിരുന്നു. അതുകൊണ്ട് ദഹ്ലിക്കിലേക്ക് നാടുകടത്തി എന്നുള്ളതാണ്. ഓക്കെ. പിന്നീട് അദ്ദേഹം കടലിലൂടെ ദഹ്ലിക്കിൽ നിന്ന് പിന്നെ അദ്ദേഹം കടൽ മാർഗേണ അദ്ദേഹം യാത്ര ചെയ്യുകയുണ്ടായി, കടലിലൂടെ അദ്ദേഹം കപ്പലിൽ സഞ്ചരിക്കുകയുണ്ടായി. സുമ്മ ഖസാഫിൽ ബഹർ എന്നാണ് പറയുന്നത്. അങ്ങനെ സഞ്ചരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കപ്പലിന് തീ പിടിക്കുകയും അദ്ദേഹവും അദ്ദേഹത്തോട് കൂടെയുള്ള ആളുകളൊക്കെ ആ തീപിടുത്തത്തിൽ അകപ്പെടുകയും അങ്ങനെ ആ തീ പിടിച്ച് കപ്പൽ നശിച്ച് വെള്ളത്തിൽ മുങ്ങി ഇദ്ദേഹവും അടക്കം ആ കപ്പലിൽ വെച്ച് മുങ്ങിക്കൊണ്ട് കപ്പൽ പൂർണ്ണമായി കടലിലേക്ക് മുങ്ങി അങ്ങനെ തീയും പിടിച്ച് മരണപ്പെടുന്ന ദാരുണമായ രന്ധ്യമാണ് അദ്ദേഹത്തിൻ്റെതുണ്ടായത്. ഓക്കെ. ഏതായാലും നമ്മൾ അദ്ദേഹത്തിൻ്റെ കവിത പഠിക്കുകയാണ്, നോക്കാം. ഷിറോഹു, അദ്ദേഹത്തിൻ്റെ കവിതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് അറബി കവിതകളുടെ കൂട്ടത്തിലെ വേറിട്ട വലിയ ഒരു സാമ്പിൾ, ഒരു മോഡൽ കവിതയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ. അഥവാ അൽ ഗസ്ൽ ഹളരി, ഗസ്ൽ സരീഹി എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാലത്തെയും ഏറ്റവും മികച്ച കവിതയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അതാണ് യുഅദു ദീവാൻ ഉമർ ബിൻ അബ്ദുൽ അസീസ് ഉമർ ബിൻ അബി റബിയ എന്ന നമ്മുടെ കവിയുടെ കവിത ദീവാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കവിതാ സമാഹാരം, അത് നമൂദജൻ ഫരീദം ഫിഷേരിൽ അറബി കവിതയുടെ കൂട്ടത്തിലെ വളരെ വേറിട്ട ഒരു നമൂദജായിട്ട് വേറിട്ട ഒരു മാതൃകയായിട്ട് എണ്ണപ്പെടുന്ന ഒന്നാണ് ഇത്. യഖാദു യകൂനു കുല്ലുഹു മുഖസ്സസൻ ലിഫനിൽ ഗസ്ൽ, അദ്ദേഹത്തിൻ്റെ കവിതകളിലെ ഒട്ടുമിക്കവാറും ഏകദേശവും മുഴുവനും എന്ന് പറയാം അതും മുഖസ്സസൻ ലിഫനിൽ ഗസ്ൽ, ഗസ്ൽ എന്ന ആ ഒരു കവിതയുടെ ശാഖ, ആ ശാഖയിൽപ്പെട്ടതായിരുന്നു അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ഏകദേശം എല്ലാം. യക്കാദു യകൂനു കുല്ലുഹു എന്നാണ് പറഞ്ഞത്. അല്ലദി മസല ബിഹഖിൻ അസ്റൻ വബിഅതൻ ബിഅക്മലിഹ, ആ കവിതകൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു അന്നത്തെ ആ ഒരു പ്രത്യേകമായ കാലഘട്ടവും അന്നത്തെ ആ ഒരു സമൂഹത്തിൻ്റെ ഒരു സാഹചര്യവും കൃത്യമായി വരച്ച് കാണിക്കുന്നുണ്ട്. അത് ബിഅത്തു തറഫി ഫിൽ ഹിജാസ് ഖിലാൽ അസ്ൽ അമവി കാലഘട്ടത്തിൽ ഹിജാസ്, ഇന്നത്തെ സൗദി അറേബ്യ എന്നൊക്കെ പറയുന്നതിൻ്റെ ഭാഗമാണ് ഹിജാസ്. ആ ഹിജാസിലെ
അന്നത്തെ വളരെ ആഡംബരപൂർണമായ ജീവിതത്തെയാണ് കൃത്യമായിട്ട് അത് അടയാളപ്പെടുത്തുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താണ് കവിതാ സമാഹാരം. വലാ യുംകിനുൽ ഹദീസു അൻ ഉമർ ദൂന ഗസ്ലിഹി ഔ അൻ ഗസ്ലിഹി ദൂന ശഖ്സിഹി. ഈ ഉമർ ഇബ്നു അബി റബിയ എന്ന ഈ കവിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഗസ്ലിനെ കുറിച്ചും അദ്ദേഹം ഗസ്ലി എന്ന ആ ഒരു പ്രത്യേക വിഭാഗത്തിൽ തന്നെ നടത്തുന്ന ആ കവിതയെക്കുറിച്ചും സംസാരിക്കാതെ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഗസ്ലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തീർച്ചയായും അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നില്ല. കാരണം അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഗസ്ലുകളാണ് ഓർമ്മ വരിക. അദ്ദേഹത്തിൻ്റെ ഗസ്ലുകളെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തെയും ഓർമ്മ വരും എന്നുള്ളതാണ്. പരസ്പരം വേർപ്പെടുത്താൻ പറ്റാത്ത രീതിയിലുള്ള ശക്തമായ ഒരു ബന്ധം ഉള്ള രീതിയിൽ ആ ഒരു ഗസ്ൽ സ്വരീഹ് എന്നതിൽ അദ്ദേഹം അങ്ങ് മുഴുകിയിരുന്നു എന്നുള്ളതാണ്. ഫഖദ് കാനൽ ഗസ്ൽ ജൗഹറ ഹയാത്തിഹി വഗായത ഫനിഹി ആശലി അജ്ലിഹി വനലമ ശറഹു മിൻ ഖിലാലിഹി വബിഹി ഖാരദ സ്മുഹു ഫി ദാക്കിറത്തിൽ അദബിൽ അറബി. അദ്ദേഹം ജീവിച്ചതു തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രധാന ഭാഗം തന്നെ അത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കലാപരമായിട്ട് അത് അല്ലെങ്കിൽ സാഹിത്യത്തെ അദ്ദേഹം ഉപയോഗിച്ചത് തന്നെ ഈ ഗസ്ലിന് വേണ്ടിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മുഖ്യ ഭാഗം തന്നെ ഗസ്ലാണ് എന്ന് പറയാം. അതുപോലെ ഗസ്ലിന് വേണ്ടിയാണ് അദ്ദേഹം ജീവിച്ചത് തന്നെ. തൻ്റെ ഗസ്ൽ അഥവാ പ്രണയ സല്ലാപം എന്താണ് സ്ത്രീകളോട് ഇങ്ങനെ പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. പച്ചയായിട്ട് അവരുടെ ശരീരത്തെയൊക്കെ വർണ്ണിച്ചുകൊണ്ടും അവരെ നേരിട്ട് ഇങ്ങനെ വർണ്ണിച്ച് അങ്ങനെ വർണ്ണിക്കുമ്പോൾ ഏതൊരു സ്ത്രീയും ചിലപ്പോൾ അറിയാതെ വീണുപോകും എന്നുള്ളതാണ്. അപ്പോൾ ഷെറഹു മിൻ ഖിലാലിഹി ആ ഗസ്ലിലൂടെ തൻ്റെ ഉള്ള പ്രണയം ആ പ്രണയ സല്ലാപം അതിലൂടെ ഉള്ള കവിതാരചന മാത്രം ആയിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത്. അത് കാരണത്താൽ ഖലദ ഇസ്മുഹു ഫി ദാക്കിറത്തിൽ അദബിൽ അറേബ്യൻ സാഹിത്യത്തിൻ്റെ ഹൃദയത്തിൽ, അത് ഒരു സാങ്കല്പികമായിട്ട് പറയുന്ന അറേബ്യൻ സാഹിത്യം എന്ന ആ സാഹിത്യത്തെ കുറിച്ച് പഠിക്കുന്ന ആളുകളുടെയൊക്കെ ഹൃദയത്തിൽ അതിൻ്റെ ഹൃദയത്തിൽ അതിൻ്റെ ഓർമ്മകളിൽ എന്നും അദ്ദേഹത്തിൻ്റെ നാമം ബാക്കിയായതും ഈ ഗസ്ൽ സരീഹ് എന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫന്ന് ആ ഒരു വിഷയത്തിൽ അദ്ദേഹം കൂടുതൽ ശ്രദ്ധ പുലർത്തുകയും അതിൽ വല്ലാതെ കൂടുതലായിട്ട് അതിൽ കേന്ദ്രീകരിച്ചുള്ള കവിതകൾ രചിച്ചതുമാണ്. അദ്ദേഹത്തിൻ്റെ പേര് എക്കാലത്തും അറേബ്യൻ സാഹിത്യത്തിൻ്റെ ഓർമ്മകളുടെ അറകളിൽ ശാശ്വതമാക്കിയത് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ എന്തൊക്കെ സാഹിത്യം പറയാന്നുള്ള മനസ്സിലാവുമല്ലോ. ഓക്കെ, അതിൻ്റെ നേരെ വാക്കുകളുടെ അർത്ഥങ്ങൾ പറയാൻ വേണ്ടി അങ്ങനെ പറയുന്നു. ഓക്കെ തനാവല ഉമറു അൽ ഗസ്ല ബിവസ്ഫിഹി ഖറൽ മുസ്തഖിൽ. അദ്ദേഹം ആ ഗസ്ലി എന്നതിനെ ഒരു വേറിട്ട ഒരു ശാഖയാക്കിയിട്ട് തന്നെ മാറ്റുകയാണ് ഉണ്ടായത്. അദ്ദേഹം ആ ഗസ്ലി എന്ന കവിതാ വിഭാഗത്തെ അദ്ദേഹം കൈകാര്യം ചെയ്തത് ഒരു ഓറലൻ മുസ്തഖിലൻ കവിത എഴുതാനുള്ള ഒരു വേറിട്ട ഒരു സബ്ജക്റ്റ് തന്നെയാക്കി ആയിട്ടാണ് അദ്ദേഹം അദ്ദേഹം ഗസ്ലിനെ കൈകാര്യം ചെയ്തത്. ഓക്കെ, അഥവാ അത് വറൽ മുസ്തഖിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനെ കൈകാര്യം ചെയ്തത്. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഖസീദകൾ വളരെ ദൈർഘ്യമേറിയ കവിതകളായിട്ടാണ് വരാറുള്ളത്. ഇങ്ങനത്തെ ഗസ്ൽ രചിക്കുമ്പോൾ ദീർഘമായിട്ടുള്ള ഖസീദകളായിട്ട് വരും. എന്നാൽ വലാക്കിനിൽ അഗലബാന ഷെറഹു യത്തീഫി മഖ്തൂഅത്തിൻ ഖസ്റ. എന്നാൽ ചില സന്ദർഭങ്ങളിൽ മാത്രം അങ്ങനെ ദീർഘമായിട്ടുള്ള ഖസീദകളായിട്ടും ഗസ്ൽ വരാറുണ്ട്. എന്നാൽ കൂടുതലായിട്ടും വരാറുള്ളത് ചെറിയ ഷോർട്ടായിട്ടുള്ള ചെറിയ ഭാഗങ്ങൾ ചെറിയ കവിതകളായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ ഗസ്ൽ കവിതകൾ തന്നെ കൂടുതലും വരാറുള്ളത്. അങ്ങനെയാണ്. തുഷക്കിലു കുലു വായിദി മിനുകുമ വഹദത്തൻ ഫനിയത്തിന് മുക്തമില്ല. എന്നാൽ ഓരോ ചെറിയ ഓരോന്നും ഒരു പൂർണ്ണമായിട്ടുള്ള ആശയപൂർണ്ണതയുള്ള ഒരു സാഹിത്യ രൂപമായിട്ട് ഒരു കവിതയായിട്ട് അത് മാറിയിട്ടുണ്ടാകും. തർവി മൗഖിഫ് അല്ലെങ്കിൽ അതെ ആ ഓരോ വിഭാഗവും തർവി മൗഖിഫൻ അത് ഒരു നിലപാടിനെ കൃത്യമായിട്ട് അറിയിക്കും. അല്ലെങ്കിൽ ഹാദിസത്തിന് ആബിറത്തൻ ഹയാത്തിൽ ഇഷ്ക് മിൻ ഹയാത്തിൽ ഇഷ്ക് ആ പ്രണയ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന അതിലൂടെ സംഭവിച്ച ഏതെങ്കിലും ഒരു സംഭവത്തെ പൂർണ്ണമായിട്ട് അതിൽ പറയുന്നുണ്ടാവും. ഇങ്ങനെയാണോ അദ്ദേഹത്തിൻ്റെ കവിതകൾ കൂടുതലുണ്ടായിരുന്നത്. എന്നാൽ ചില കവിതകൾ വളരെ ദീർഘമായുള്ള ഖസീദകളായിട്ടുണ്ടായിരുന്നു. ഈ ഗസ്ലുകൾ ഉപയോഗിക്കുമ്പോൾ തന്നെ അതിൽ ഷെക്വയുണ്ടാകും, അഥവാ കംപ്ലൈൻറ്റുകൾ, അതുപോലെ ഇതാബ് ആക്ഷേപിക്കൽ, ഇതെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് വരും. അതുപോലെ നുസ്ഹ്, അതുപോലെ ഉപദേശവും, അതുപോലെ ക്ഷമാപണം നടത്തൽ, ഇതൊക്കെ ഈ ഗസലിൻ്റെ ഘട്ടങ്ങളിൽ അതെല്ലാം അതിൽ കടന്നു വരും. അതുപോലെ റജാ, വലിയ പ്രതീക്ഷ അർപ്പിക്കൽ, അതുപോലെ മുറാസല, കത്തിടപാടുകൾ നടത്തൽ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തെഴുതുന്നത് പോലെ അതിന് മറുപടി ലഭിക്കുന്നത് പോലെയൊക്കെ ആ രീതിയിലുള്ള സംഭാഷണം കൊണ്ടുള്ള രീതികൾ. എന്നാൽ അഹ്യാനൻ അൽ മുസാലഹ, ചിലപ്പോൾ പരസ്പരം പിണങ്ങിപ്പോയതിനെ അതിനെ ഒത്തുതീർപ്പാക്കുന്ന ആ ഒരു ശൈലികൾ അതിൽ കടന്നു വരും. അവിൽ ലിഖാ, അല്ലെങ്കിൽ നേരിട്ട് കണ്ടുമുട്ടുന്ന സാഹചര്യങ്ങൾ വരും. അവിൽ മുഹാമറ, അല്ലെങ്കിൽ മുഹാമറ എന്ന് പറയുമ്പോൾ വളരെ എന്താണ് പറയുക, വലിയ മുഹാമറ യാക്കിസു തഫാസില ദഖീഖ വ മശായിർ ഇൻസാനിയ സ്വാദിഖ തഹദ്ദുസു ആദത്തൻ ബൈനൽ മുഹബ്ബീൻ. മുഹാമറ എന്ന് നമ്മൾ സാധാരണ
പറയാറുണ്ടല്ലോ, മുഗമ്മറ എന്ന് പറയുമ്പോൾ വലിയ അത്ഭുതങ്ങൾ, ആശ്ചര്യങ്ങൾ. ഓക്കെ, മിമ്മ യാക്കിസു തഫാസീല, ഇതെല്ലാം കൂടെ വളരെ എന്താണ് സൂക്ഷ്മമായ വിവരണങ്ങളും അതുപോലെ സത്യസന്ധമായ മാനുഷിക വികാരങ്ങൾ സാധാരണയായി കവിതാക്കൾക്കിടയിൽ പ്രണയിനികൾക്കിടയിൽ ഉണ്ടാകുന്ന സത്യസന്ധമായ മാനുഷികമായ വികാരങ്ങളെയൊക്കെയും അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ് ആ ഒരു വരികളിൽ അദ്ദേഹം കൊണ്ടുവരാറുള്ളത് എന്ന്. ഓക്കെ, ഏതായാലും നമുക്ക് ഈ ഒരു കവിതയുടെ വരികൾ വായിക്കാം. നോക്കൂ. യാ ഖുലാത്തൽ ഇബാദി ഇന്ന അലൈക്കും ഫീ തുഖൻ في تقى ربكم وعدل القضاء أن تجيزوا وتشهدوا لنساء وتردوا شهادة لنساء فانظروا كل ذات بوص رداح فأجيزوا شهادة العجزاء وارفضوا الرسخ في الشهادة رفضا لا تجيزوا شهادة الرسحاء. ആണ് കേട്ടോ. പിന്നീട് ليت للرس قرية هن فيها ما دعا الله مسلم بدعائه ليس فيها خلاتهن سواهن بأرض بعيدة وخلايا جل الله خطهن وأبقى كل خود خريدة قباء تعقد المرط فوق دعس من الرمل عريض قد حف بالأنقاء ولح الله كل عفلاء زلاء عبوسا قد آذنت بالبذاء صرصر سلفع رضيعة غول لم تزل في شصيبة وشقاء وبنفسي ذبات خلق عميم هن أهل البهاء وأهل الحياء قاتنات دور البلاد كرام لسن ممن يزور في الظلماء. അപ്പോൾ ഇത് അത്യാവശ്യം ഒരു എന്താണ് ധാരാളം പുതിയ പുതിയ പദങ്ങളും കുറച്ച് സാഹിത്യപരമായിട്ടുള്ള കുറേ കൂടുതൽ നമുക്ക് പരിചിതമല്ലാതെ വരുന്ന, സാധാരണയിൽ ഉപയോഗിക്കപ്പെടാത്ത, സാഹിത്യത്തിൽ കവിതയിൽ മാത്രം കടന്നു വരുന്ന ധാരാളം പദങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഭാഗമാണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മആനിൽ അൽഫാദ് വൽ ഇബാറാത്ത് ഉണ്ട്. അതിനേക്കാൾ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ ഓരോ പദങ്ങളുടെയും അർത്ഥം വിവരിക്കുന്ന ഭാഗം അല്പം നോക്കാം. എന്നിട്ട് നമുക്ക് ഓരോ ഭാഗങ്ങളിലേക്ക് വരാം. നോക്കൂ. യാ ഖുലാത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ ഇതിൻ്റെ വാക്കുകളുടെ അർത്ഥങ്ങൾ പറയുന്നുണ്ട്, അതൊന്ന് വായിച്ചു പോവുകയും ചെയ്യാം. ഖുലാത്തുൽ ഇബാദ്, ഖുലാത്ത് എന്ന് പറഞ്ഞാൽ ഖാദി എന്നതിൻ്റെ ബഹുവചനാണ് അല്ലേ. ഖാദിമാർ, ഖാദി എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ. ജനങ്ങൾക്ക് അഥവാ യഥാർത്ഥത്തിൽ കോടതിയിൽ, ഇസ്ലാമിക ഭരണമുള്ള സ്ഥലത്ത് കോടതിയിലുള്ള ജഡ്ജിമാരാണ് ശരിക്കും ഖാദിമാരെന്ന് പറയുന്നത്. അപ്പോൾ ഖുലാത്തുൽ ഇബാദ് അഥവാ അള്ളാഹുവിൻ്റെ അടിമകളായ ആളുകളുടെ അവരുടെ പ്രശ്നങ്ങളിൽ വിധി പറയുന്ന ഖാദിമാർ, ജഡ്ജിമാരെ എന്ന്. അപ്പോൾ അതാണ് അൽ ഖുലാത്തുല്ലദീന യഹ്കുമൂന ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ നിയമം കാര്യങ്ങൾ വിധിക്കുന്ന, അല്ലദീന യഹ്കുമൂന ബൈനന്നാസ് പ്രശ്നങ്ങളിൽ വിധി പറയുന്ന ഖാദിമാർ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഫീ തുഖാ റബ്ബിക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഭയപ്പെടുക, തഖ്വ, അള്ളാഹുവിനുള്ള തഖ്വ ചെയ്യൽ അഥവാ ഖശ്യത്തുല്ലാഹി വൽ ഇംതിസാലു ബി അവാമിരിഹി, അള്ളാഹുവിനെ ഭയപ്പെടുകയും അള്ളാഹുവിൻ്റെ കൽപ്പനകളെ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് തുഖാ റബ്ബിക്കും എന്ന് പറയുന്നത്. അദ്ലുൽ ഖലാ എന്ന് പറഞ്ഞാൽ അൽ ഇൻസാഫ് ഫിൽ ഹുക്മിൽ ഇബ്തിദാഇൽ ദുൽമ, എന്താണ് അവർ പുറപ്പെടുവിക്കുന്ന വിധികളിൽ നീതി പാലിക്കുക എന്നും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഒരു വരിയിലാണ് പദങ്ങളൊക്കെ വരുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ കവി നേരെ വിളിക്കുകയാണ്, യാ ഖുലാത്തൽ ഇബാദ്, അടിമകളുടെ അല്ലെങ്കിൽ അതായത് അള്ളാഹുവിൻ്റെ അടിമകളായിട്ടുള്ള മുസ്ലിങ്ങളായുള്ള മനുഷ്യർ, അവർക്ക് അവരുടെ വിഷയങ്ങളിലെ വിധി പറയുന്ന ജഡ്ജിമാരെ എന്ന് വിളിച്ചുകൊണ്ട് എന്താണ് അവരോട് ഒരു പ്രത്യേക ഒരു ഗൗരവത്തിൽ ഒരു വിഷയം പറയുന്നത് പോലെ അവരെ നേരിട്ട് അഡ്രസ് ചെയ്തുകൊണ്ട് വിളിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ഇന്ന അലൈക്കും ഫീ തുഖാ റബ്ബിക്കും വഅദിലിൽ ഖലാഇ, തീർച്ചയായും നിങ്ങളുടെ റബ്ബിനെ തഖ്വ ചെയ്യാൻ ശ്രദ്ധിക്കണം, അഥവാ അള്ളാഹുവിനെ പേടിക്കാൻ നോക്കണം. വഅദിലിൽ ഖലാഇ, അതുപോലെ എന്താണ് നിങ്ങൾ പുറപ്പെടുവിക്കുന്ന വിധികളിലൊക്കെ നീതി പാലിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന ഒരു പ്രത്യേക ഉണർത്തലോടുകൂടെ എന്താണ് ഖാദിമാരെ വിളിച്ച് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിലൊരു ഗൗരവത്തിൻ്റെ സ്വരമാണ് അവിടെ യഥാർത്ഥത്തിലുള്ളത് അല്ലേ. ഒരു ഗൗരവത്തിൻ്റെ ഒരു ശൈലി ആണ് ആദ്യ ഒരു വരിയിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യ ഒരു വരിയുടെ ആശയം നമുക്ക് ഇവിടെ നോക്കാം. ഷർഹുൽ ഖസീദ് നോക്കിയ ഖുലാത്തുൽ ഇബാദി അലൈക്കും ഫീ തുഖാ റബ്ബിക്കും വഅദിൽ ഖലാഇ ഷറ എന്താണ് യബ്ദു ഉശായിറു ബൈതഹു ബിനിദാഇൻ റസ്മിയിൻ മുവജ്ജഹിൻ ഇലൽ ഖലാ, വളരെ ഔദ്യോഗികമായി കൊണ്ടുള്ള ഒരു വിളി പോലെ, ഒരു ഖാദിമാരെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ഒഫീഷ്യലായിട്ടുള്ള വിളിക്കുന്നത് പോലെ വിളിച്ചുകൊണ്ടാണ് കവി തൻ്റെ ഈ ഒരു ഖസീദ ആരംഭിക്കുന്നത്. ആരാണ് ഈ ഖാദിമാർ എന്ന് പറഞ്ഞാൽ? അതാണ് റസ്മിയിൻ മുവജ്ജഹിൻ ഇലൽ ഖുലാത്ത്, ഖാദിമാരിലേക്കുള്ള ഒരു ഔദ്യോഗികമായ ഒരു വിളി
വിളിച്ചുകൊണ്ടാണ് കവി ഈ തൻ്റെ കവിത തുടങ്ങുന്നത്. ആരാണ് ഈ ഖുലാത്ത് എന്ന് പറഞ്ഞാൽ എന്ന് പറയാനിടയ്ക്ക് മസൂലിയത്തുൽ ഹുക്മി ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളിലൊക്കെ വിധി പറയുക എന്ന ഉത്തരവാദിത്വം വഹിക്കുന്ന ആളുകൾ, അവരാണ് ജഡ്ജിമാർ എന്നൊക്കെ പറയുന്ന ആളുകൾ. അഥവാ ഇസ്ലാമിക ഭരണമൊക്കെ ഉള്ളിടത്താണ് കൃത്യമായിട്ട് അതിൻ്റെ ഒരു വില മനസ്സിലാവുക കേട്ടോ. മുസ്തഖ്ദിമൻ ഉസ്ലൂബം ഫിഹി വഖാറും വജിദ്ദിയ, ഇവിടെ കവി ഇത് പറയുമ്പോൾ ഒരു പ്രത്യേക ഗാംഭീര്യവും ഒരു സീരിയസ്നെസ്സും ഒക്കെ ഉള്ള ശൈലി. വഖാർ എന്ന് പറയുമ്പോൾ ഗാംഭീര്യം, ജിദ്ദിയത്ത് എന്ന് പറയുമ്പോൾ ഒരു സീരിയസ്നെസ് എന്ന് പറയും. സീരിയസ്നെസ് കാര്യമായിട്ട് പറയാണ്, തമാശയിൽ വിളിക്കല്ല എന്നർത്ഥം. അപ്പോൾ ഒരു സീരിയസ്നെസ്സും അതുപോലെ തന്നെ ഗാംഭീര്യവും ഒക്കെ ഉള്ള ഒരു ശൈലി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കവിതയുടെ തുടക്കത്തിൽ അങ്ങനെ ഇന്ന അലൈക്കും ഫീ തുഖാ റബ്ബിക്കും വഅദലിൽ ഖലാഇ എന്ന് വളരെ ഗൗരവമുള്ളൊരു കാര്യം ഓർമ്മപ്പെടുത്തിയോണ്ട് യുദക്കിറുഹും ബി മസൂലിയത്തി ദീനിയത്തി വൽ അഖ്ലാഖിയ, അവരെ യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഒരു ശൈലി കണ്ടാൽ അവരോട് ഓർമ്മിപ്പിക്കുകയാണ് അവരുടെ മതപരവും അതുപോലെ സാംസ്കാരികമായിട്ടുള്ള അവരുടെ ഉത്തരവാദിത്തത്തെ അവരെ ഉണർത്തുകയാണ് അവിടെ ചെയ്യുന്നത്. അഥവാ അയ്യക്കുന ഹുക്കുമുഹും എന്താണ് പറയുന്നത്, യാ ഖുലാത്തൽ ഇബാദ് ഇന്ന അലൈക്കും ഫീ തുഖാ റബ്ബിക്കും, അഥവാ അവരുടെ വിധി പറയുന്നവരെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ നടത്തുന്ന വിധികളൊക്കെ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ടുള്ള യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ പേടിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന അഥവാ തീർത്തും നീതിപൂർവമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള വിധികളായിരിക്കണം. അയ്യക്കുന ഹുക്കുമും നാബിഅമിൻ തഖ്വല്ല, അള്ളാഹുവിനോടുള്ള ഭയഭക്തിയിൽ നിന്ന് ഉത്ഭവിച്ചതായിരിക്കണം നിങ്ങളുടെ വിധി തീർപ്പുകൾ. അഥവാ ഖശ്യത്തുല്ലാഹി വമുറാഖബത്തി, അള്ളാഹുവിനെ പേടിക്കുകയും അവനെ ശ്രദ്ധിച്ചുകൊണ്ടുമുള്ളതായിരിക്കണം. അതുപോലെ വമിനൽ അദ്ലി ഫിൽ ഖളാഇ, വിധി പറയുന്നിടത്തുള്ള നീതിപൂർവമായ വിധിയുമായി, അല്ലെങ്കിൽ ഇൻസാഫ് നിഷ്പക്ഷതയുള്ള വൽ ബുഅദി അനിൽ ദുൽമ, ഒരാളോടും അക്രമം ചെയ്യാത്ത തരത്തിലുള്ള വിധികളുമായിരിക്കണം നിങ്ങളുടേത് എന്ന്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഗൗരവത്തിൽ ഒരു സീരിയസ് ആയിട്ട് ഒരു വിഷയം പറയുകയും അവരെ ഇങ്ങനെയൊക്കെ അവരുടെ ഉത്തരവാദിത്തത്തെ പറ്റി ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് തുടങ്ങിയത് എങ്കിലും യഥാർത്ഥത്തിൽ ഇവിടെ ഇത് ഗസലാണ്. അദ്ദേഹം ഈ ഒരു കവിതയിലും അദ്ദേഹം ഗസലിന് വേണ്ടിയാണ് ഈ കവിത ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിൽ അദ്ദേഹം ഇത്തരത്തിലുള്ള ഖാദിമാർ, ഇങ്ങനത്തുള്ള മതപരമായുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും പലപ്പോഴും അവർ കാണിക്കുന്ന വലിയ വിവേചനം, പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിൽ, അതിൻ്റെ സൗന്ദര്യവതികളായ സ്ത്രീകളോട്, ശാരീരികമായ ആകാരപടിവും മറ്റൊക്കെ ഉള്ള സ്ത്രീകളുടെ വിഷയത്തിൽ ഒരു വിധി പറയുമ്പോൾ അവർക്ക് അനുകൂലമായിട്ടും എന്നാൽ മറ്റ് അങ്ങനെ അല്ലാത്ത സ്ത്രീകളുടെ വിധി പറയുമ്പോൾ അത്തരത്തിൽ ഒരു അനുകൂല സമീപനമില്ലാതെയും ഇങ്ങനെ ശരീരത്തിൻ്റെ ആ ഒരു സൗന്ദര്യവും കാര്യങ്ങളൊക്കെ അവരുടെ വിധികളെ സ്വാധീനിക്കുന്ന അതിനെക്കുറിച്ച് പരിഹസിക്കുകയാണ് യഥാർത്ഥത്തിൽ. ഇനി ആ ഒരു പരിഹാസത്തിലേക്ക് അതാണ് ഇനി വരുന്ന വരികളിൽ അത്തരത്തിലുള്ള സൂചനകളാണ് വരുന്നത്. അതായത് അപ്പോൾ ആദ്യം ഇത് പറഞ്ഞത് യഥാർത്ഥത്തിൽ അവരോട് ഒരു പ്രത്യേക ഉണർത്തൽ പോലെയാണ് ഉണർത്തുകയാണ് ചെയ്തത് എങ്കിലും യഥാർത്ഥത്തിൽ അവിടെ ലാക്കിന് ഹദിൽ മുഖദ്ദിമ ലൈസ ഹദഫൻ മിൻ ദാത്തിഹ, ഈ ഒരു മുഖദ്ദിമ, അതായത് തുടക്കത്തിൽ പറഞ്ഞ ഈ ഒരു കാര്യം കൊണ്ട് അത് യഥാർത്ഥത്തിൽ എന്താണ് ആ വാക്കുകളുടെ അർത്ഥം, അവിടെ യഥാർത്ഥത്തിൽ ആൾക്ക് ഉദ്ദേശമില്ല, ലക്ഷ്യമില്ല. ബൽ തുസ്തഖ്ദമു കമദ്ഖലിൽ മുഫാറഖത്തി സാഖറത്തിലത്തി തദ്ഖറു ഫിൽ അബിയാത്തി താരിയ, ഇനി താഴെ വരുന്ന വരികളിൽ വരുന്ന ആ ഒരു വളരെ പരിഹാസ്യമായ തരത്തിലുള്ള ഒരു വിഭജനമുണ്ട്, അല്ലെങ്കിൽ ഒരു വിവേചനം എന്ന് പറയും, വിവേചനം. ആ വിവേചനത്തിനെ കുറിച്ച് പരിഹസിക്കുക, അല്ലെങ്കിൽ അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം തുടക്കത്തിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ സാധാരണയായി അങ്ങനെ ജഡ്ജിമാർ ആ കാലഘട്ടത്തിൽ അമവിയ ഭരണകാലമൊക്കെ ആകുമ്പോൾ അവിടെ വലിയ ഒരു സ്ട്രിക്റ്റ്നെസ് ഇല്ലാത്തത് കൊണ്ട് ജഡ്ജിമാർക്കും അവരുടെ അന്ന് രാഷ്ട്രീയ നേതാക്കന്മാരായുള്ള ഭരണത്തിലിരിക്കുന്ന ഭരണാധികാരികളുടെ അവരുടെ സപ്പോർട്ട് കിട്ടിയാൽ മതി എന്നുള്ളത് കൊണ്ട് അവർ പലപ്പോഴും പടച്ചവനെ ഓർത്തുകൊണ്ടല്ല വിധികൾ പറയാറുള്ളത്, മറിച്ച് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വിധി പറയാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ വലിയ സൗന്ദര്യവതികളായുള്ള സ്ത്രീകളുടെയൊക്കെ വിഷയത്തിലാവുമ്പോൾ അവർ വിധി പറയുന്നതൊന്ന് വേറെയും, അതേസമയം അല്ലാത്ത സ്ത്രീകളോട് അങ്ങനെ വിധി പറയുന്നതിൽ വലിയ തരത്തിലുള്ള വിവേചനം കാണിക്കാറുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ അവയൊക്കെ കൊണ്ടുകൂടെയാണ് ഈ ഗസൽ തുടങ്ങുന്നത്. ഓക്കെ, ഏതായാലും നോക്കൂ എന്താ പറയുന്നത്. അപ്പോൾ അതിനുള്ളൊരു തുടക്കം എന്ന നിലക്കാണ് ആ ഒരു വാക്കുകൾ പറഞ്ഞത്. ഇസ്തഖ്ദമ ഷായിറുൽ ഉസ്ലൂബൽ ഇൻഷാഇ നിദാഇയ, ഇവിടെ ഇങ്ങനെ ഒരു വിളിച്ചുകൊണ്ടുള്ള ഒരു ശൈലി പറഞ്ഞുകൊണ്ട് തുടങ്ങിയത്. ലി ഇൽഫാഇ നബ്റത്തിൻ ഖിതാബിയത്തിൻ ഖവിയ, ഒരു നല്ല ഒരു പ്രസംഗം പോലെയുള്ള ഒരു ശൈലി, ഒരു സ്വരം, അത് ഇതിൽ തുടക്കത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ സത്യത്തിൽ യഥാർത്ഥത്തിൽ
അവരോട് എന്തോ ഒരു നല്ല കാര്യം ഉപദേശിക്കുന്നത് പോലെ തോന്നാം. എന്നാൽ അത് ഉപദേശിക്കുകയല്ല, അവരെ അതിലൂടെ വരികൾക്കിടയിലൂടെ അവരെ ഒരു പരിഹസിക്കൽ വരുന്നുണ്ട്, അവരുടെ മോശമായിട്ടുള്ള നിലപാടുകളെ പരിഹസിക്കൽ വരുന്നുണ്ട്. തുഹിമുൽ ഖാരിഉ ബി അന്നൽ ഖദിയത ദീനിയ വ ഖലാഖിയ, ഇങ്ങനെ പറയുന്നത് കേട്ടാൽ തോന്നും ഇതെന്തോ ഒരു മതപരമായ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് എന്ന് തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ അതൊന്നുമല്ല ഇവരുടെ കവിയുടെ ലക്ഷ്യം. മറിച്ച് അവരുടെ മോശമായിട്ടുള്ള ശൈലികളെ പരിഹസിക്കുക, അതിനെ ഒന്ന് പരിഹസിക്കുക, ട്രോളുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അൻതുജീസു, അതുകൊണ്ട് നിങ്ങൾ നല്ല അള്ളാഹുവിനെ പേടിക്കുകയും നീതി നടപ്പിലാക്കുകയും വേണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വരി എന്താ പറയുക? അൻതുജീസു വതഷ്ഹദു ലിനിസാഇൻ വതറുദ്ദു ഷഹാദത്തു ലിനിസാഇൻ, നിങ്ങൾ ചില സ്ത്രീകൾക്ക് അനുവാദം നൽകുകയും വതഷ്ഹദു ലിനിസാഇൻ, അവരെ സാക്ഷിയാക്കുക, അവരുടെ സാക്ഷിത്വം സ്വീകരിക്കുകയും ചെയ്യുകയും വതറുദ്ദു ഷഹാദത്തൽ നിസായിൻ, വേറെ ചില സ്ത്രീകളുടെ ഷഹാദത്ത് അഥവാ അവർ കാര്യങ്ങൾക്ക് സാക്ഷി പറഞ്ഞാൽ അതിനെ തള്ളുകയും ചെയ്യുന്നതിൽ നിങ്ങൾ നല്ലവണ്ണം ദൈവത്തെ പേടിച്ചുകൊണ്ട് വളരെ നീതിപൂർവ്വം ചെയ്തോളൂ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരിഹാസമാണ്. അപ്പോൾ യൂലിഹു ത്വലബഹുൽ അജീബ്, ഇവിടെ അദ്ദേഹം തൻ്റെ ഒരു വിചിത്രമായിട്ടുള്ള ഒരു അപേക്ഷയാണ് ഇവിടെ ഇതാക്കുന്നത്. അഥവാ ചില സ്ത്രീകളുടെ ഷഹാദത്ത് നിങ്ങൾ സ്വീകരിക്കുകയും അവർ ഇങ്ങനെ ഷഹാദത്ത് അഥവാ ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ ഷഹാദത്ത് എലിമ ഇല്ല എന്നുള്ളതല്ല, അവരുടെ വേണ്ടി സാക്ഷി പറയുന്നത്, ആ സാക്ഷി പറയൽ, ഒരു കേസിലൊക്കെ സാക്ഷി പറയൽ, ആ സാക്ഷി പറയൽ നിങ്ങൾ സ്വീകരിക്കണം, അതിന് അനുവാദം കൊടുക്കുകയും വേണം കോടതിയിൽ. എന്നാൽ മറ്റു ചിലർ നിങ്ങൾ അത് നിരസിക്കുകയും വേണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അത് പരിഹാസമാണ് ഉദ്ദേശിക്കുന്നത്. അയ്യത്തമിദിൽ ഖുലാത്തു ഷഹാദത്ത് ബാദി നിസാ, അഥവാ ചിലരുടെ ഖാദിമാർ ചിലരുടെ ഷഹാദത്ത്, ചിലരുടെ സാക്ഷി പറയലിനെ അവലംബിക്കണം, സ്വീകരിക്കണം. യർഫുദു ഇഅ്തിമാദ ഷഹാദത്തി നിസാഇൻ ഉഖറയാത്ത്, വേറെ ചില സ്ത്രീകൾ വരുമ്പോൾ അവർ സാക്ഷി പറയുമ്പോൾ അതിനെ നിരസിക്കുകയും അതിനെ സമ്മതിക്കാതിരിക്കുകയും ചെയ്യണം കേട്ടോ. വലം യുബയ്യിൻ ബഅദു അസ്സബബ്, അവിടെ കാരണം പറയുന്നില്ല, എന്തുകൊണ്ട് കാരണം പറയുന്നില്ല. അപ്പോൾ ഫയുസിർ ദക്ഷത്തൽ മുത്തലഖി യുവജിഹു ഇന്തിബാലു സുഖരിയത്ത് ഖാദിമ, അപ്പോൾ എന്താണ് ഈ പറയാൻ പോകുന്നത് എന്നതിലേക്ക് നമ്മുടെ ഒരു ആകാംക്ഷ ജനിപ്പിക്കുന്ന രീതിയിലാണ് അവിടെ പറഞ്ഞു നിർത്തുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ അടുത്ത വരി വരുന്നത്. ഫൻദുറു കുല്ല ദാത്തി ബൂസിൻ റദാഹിൻ ഫഅജീസു ഷഹാദത്തുൽ അജ്സായി, നിങ്ങൾ സ്ത്രീകൾ സാക്ഷി പറയാൻ സ്ത്രീകൾ വരുമ്പോൾ അവരുടെ ഓരോരുത്തരുടെയും അവരുടെ ശരീരത്തിൻ്റെ ബൂസിൻ റദാഹ് എന്ന് പറയുമ്പോൾ ബൂസ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത് അവിടെ പൃഷ്ഠഭാഗം, വളരെ തടിച്ച പൃഷ്ഠഭാഗം, റദാഹ് എന്ന് പറഞ്ഞതും അതാണ്. അതുള്ള എല്ലാവരെയും ഇങ്ങനെ നിരീക്ഷിക്കുക. വരുന്ന ആളുകൾ ഇങ്ങനെ അത്തരത്തിലുള്ള നല്ല തടിച്ചു കൊഴുത്തിട്ടുള്ള ആ തരത്തിലുള്ള സ്ത്രീകളാണോ എന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് അജീസു ഷഹാദത്തുൽ അജ്സായി, അങ്ങനെ വലിയ ബാക്ക് പോർഷനുള്ള അല്ലെങ്കിൽ വലിയ ഊരകളും അതുപോലെ അരക്കെട്ടുകളുമുള്ള സ്ത്രീകൾ ആണെങ്കിൽ അവരെ ഉടനെ അവരുടെ സാക്ഷി പറയലിന് അനുവദിച്ചു കൊടുക്കുക കേട്ടോ, അങ്ങനെ ചെയ്യണം കേട്ടോ എന്ന് പരിഹസിക്കുകയാണ്. ഓക്കെ. യുഷീറു ഇല നിസ ഇല്ലാത്തി യംതലിക്കുന്ന ജസദൻ മുംതരിയൻ, വളരെ നിറഞ്ഞു കവിഞ്ഞ നല്ല രക്തവും തുടിപ്പുമുള്ള മാംസവും ഒക്കെ കൂടിയിട്ടുള്ള സ്ത്രീകളിലേക്കാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. വഹാസത്തൻ ഔറാഖിൽ കബീർ, ഔറാഖ് എന്ന് പറയുമ്പോൾ വരിക്ക് എന്ന് പറയും, വരിക്ക് എന്ന് പറഞ്ഞാൽ പൃഷ്ഠം എന്ന് പറയും, പൃഷ്ഠം. ഓക്കെ, അത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. വലിയ പൃഷ്ഠമുള്ള ആളുകൾ, ഊരയും അരക്കെട്ടുകളൊക്കെ ഉള്ള, അതാണ് ബൂസ് റദാഹ് എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വരുന്ന സ്ത്രീകളെ അങ്ങനെ നിരീക്ഷിക്കുക, എന്നിട്ട് അങ്ങനെയുള്ള ആളുകൾ ആണെങ്കിൽ ഉടനെ സമ്മതിച്ചുകൂടാ. അപ്പോൾ ഈ താലിബുൽ ഖുലാത്ത് ബി യുജീസു ഷഹാദത്തുഹുന്ന, അത്തരത്തിലുള്ള സ്ത്രീകൾ വരുമ്പോൾ ഉടനെ അവർ സാക്ഷി പറയാൻ വരുമ്പോൾ ഉടനെ അവരുടെ സാക്ഷി പറയാൻ അനുവദിക്കണം എന്ന്. അപ്പോൾ ഇവിടെ അൽ മുഫാറഖത്ത് സാഹിറഹുന, ഇവിടെയുള്ള ആ ഒരു ആക്ഷേപകരമായിട്ടുള്ള ഒരു വിവേചനം എന്ന് പറയുന്നത് ഹുന അന ഷായറ യർബുത്തു ബൈന ഷക്കിൽ ജിസ്മി അഹ്ലിയത്ത് ഷഹാദത്തി അമൽ ഖലാ. അപ്പോൾ ഖാദിമാർക്ക് അവരെ ഓരോരുത്തർ സാക്ഷി പറയാനുള്ള യോഗ്യതയെ അദ്ദേഹം അവതരിപ്പിച്ചു കൊടുക്കുന്നത് ഓരോരുത്തരുടെ ശരീരത്തിൻ്റെ രൂപം, ശരീരത്തിൻ്റെ ഒരു രൂപവും അതിൻ്റെ വലിപ്പവും അതും സാക്ഷി പറയലുമായിട്ട് ഭയങ്കര ബന്ധമാണ് എന്ന രീതിയിൽ അതിനെയാണ് അദ്ദേഹം അവിടെ പരിഹസിക്കുന്നത്. ഓക്കെ. ഫി മുബാലഗത്തിൻ സാഖറത്തി മുസ്തമിദത്തി മിൻ ദൗഖി ഷഖ്സി, അത് അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുള്ള ദൗഖ് എന്ന് പറയും, അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ കഴിവ്, അതിൽ നിന്നുണ്ടായ ഒരു അങ്ങേയറ്റത്തെ പരിഹാസത്തിൻ്റെ ശൈലിയിലാണ് അദ്ദേഹം അതിനെ അവതരിപ്പിക്കുന്നത്. ഓക്കെ.
بعد أن مهد الشاعر بطلب جاد للقلاة بأن يعدلوا ويتقوا الله يبدأ هنا بالكشف عن المفارقة الساخرة التي يقتصدها يدعو القلاة إلى تأمل صفات النساء الجسدية إلى صفات العقلية والأخلاقية. അപ്പോൾ വരുന്ന എന്താണ് ആദ്യം പറഞ്ഞത്, നിങ്ങൾ തീർച്ചയായും അള്ളാഹുവിനെ എല്ലാം പേടിക്കണം, നിങ്ങൾ അതുപോലെ തന്നെ നീതിപൂർവമായിട്ട് സ്ത്രീകളോട് വലിയ നീതി കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നീതി കാണിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ അവർ അങ്ങേയറ്റം അതിലൂടെ അവർ സാധാരണ ചെയ്യാറുണ്ടായിരുന്ന ആ ഒരു വിവേചനത്തെ അങ്ങേയറ്റം പരിഹസിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, അവരിൽ സാധാരണയായിട്ട് അവർ കാണിക്കുന്ന ആ ഒരു പരിഹാസ്യമായിട്ടുള്ള ആ ഒരു വിവേചനത്തെ തുറന്നു കാണിക്കുകയാണ് ചെയ്യുന്നത്. മഹദ ഷായറു അവിടെ തുടങ്ങിയത് ബി തൊലബിൻ ജാദിനിൽ ഖുലാത്തി, ശക്തമായിട്ടുള്ള ഒരു ആഹ്വാനം അവർക്ക് നൽകിക്കൊണ്ട് അള്ളാഹുവിന് നിങ്ങൾ നീതി കാണിക്കുകയും അള്ളാഹുവിന് തഖ്വ ചെയ്യുകയും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് അവർ സാധാരണ ചെയ്യാറുള്ള അവരുടെ ആ ഒരു പരിഹാസ്യമായ തരത്തിലുള്ള ആ ഒരു വിവേചനത്തെ തുറന്നു ാണ് പിന്നെയുള്ള വരികൾ വരുന്നത്. യദുൽ ഖുലാത്തു ഇലാ തഅമ്മുരി സിഫാത്തിൻ നിസാ, സ്ത്രീകൾ ഇങ്ങനെ എന്താണ് സാക്ഷി പറയാൻ വരുമ്പോൾ അവരുടെ ശരീരത്തിൻ്റെ രൂപങ്ങളെക്കുറിച്ച് ആലോചിക്കുക കേട്ടോ. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അവരുടെ ശരീരത്തിൻ്റെ രൂപവും വടിവും അതിൻ്റെ സൗന്ദര്യവും അതിൻ്റെ വലിപ്പവും വേണോ അതൊക്കെ നോക്കിയാൽ മതി. ലാ സിഫാത്തഹുൻ അഖലിയ വൽ അഖ്ലാഖിയ, അല്ലാതെ അവരുടെ ബുദ്ധി പറയുന്നവർക്ക് എത്രത്തോളം ബുദ്ധിയുണ്ടോ അല്ലെങ്കിൽ അവർ സംസ്കാരം അല്ലെങ്കിൽ സ്വഭാവം എത്രത്തോളം സ്വഭാവ ഗുണങ്ങളുണ്ടോ എന്നത് നിങ്ങൾ നോക്കേണ്ടതില്ല കേട്ടോ. എന്ന് പറഞ്ഞ് അവർ ചെയ്യുന്ന ആ ഒരു രീതി വളരെ മോശമായ രീതിയിൽ വളരെ അങ്ങേയറ്റത്ത പരിഹാസത്തോടുകൂടെ അതിനെ വിമർശിക്കുകയാണ് ചെയ്യുന്നത്. ഫയഖൂലു ലഹും ഉൻദുറു ഫി ഹാലി കുല്ലി ഇംറഅത്തിൻ തംതാസു ബിൽ ബൂസ്, ഓരോ സ്ത്രീകളിലും അതായത് ബൂസ് അഥവാ അജീസത്ത്, വലിയ അരക്കെട്ട്, റദ്ഫ് പുറംഭാഗം പൃഷ്ഠഭാഗമൊക്കെ ഉള്ള അതുകൊണ്ട് വേറിട്ട് നിൽക്കുന്ന അൽ വാസിയത്തുൽ ഔറാഖ് റദാഹ് എന്ന് പറയുമ്പോൾ അതാണ് വിശാലമായ പൃഷ്ഠമുള്ള ചന്തിയുള്ള എന്നൊക്കെ അർത്ഥം. അപ്പോൾ അരക്കെട്ട് എന്നുള്ള ബൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ല ബൂസ് എന്ന് പറയുമ്പോൾ ഊര. അപ്പോൾ അങ്ങനെ തടിച്ചിട്ടുള്ള ഓരോ സ്ത്രീകളും വരുമ്പോൾ അവരെ അത് ശ്രദ്ധിക്കുക. എന്നിട്ട് ഓഹുമാമി സിഫാത്തിൻ കാനത്ത് മുസ്തഹബത്തിൻ മമ്മുദുഹത്തൻ ഫി ദൗഖിൽ അറബിൽ ഖദീം, പൗരാണികമായ അറബികളുടെ അവരുടെ ഒരു എന്താണ് താല്പര്യം അനുസരിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ടിരുന്ന ശരീരപ്രകൃതിയാണ്. സ്ത്രീകളുടെ ശരീരപ്രകൃതിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ശരീരപ്രകൃതിയായിരുന്നു അത് ഓരോ കാലഘട്ടത്തെ ഓരോ ആളുകളുടെയൊക്കെ ഒരു ഇതാണത് കേട്ടോ. തൊതുലു അല നെൽജിലൂനൂസ്, അപ്പോൾ ഒരു സ്ത്രീത്വം അതിലിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു, സ്ത്രീത്വം കൂടുതലായിട്ട് പൂത്തു നിൽക്കുന്ന ശരീരമാണത് എന്നുള്ള ഒരു സൂചനയാണ് ഈ പറയുന്ന ശാരീരിക രൂപം പറയുന്നത്. അപ്പോൾ സുമ്മയു താലിബുഹും ബി ഐ യുജീസു ഷഹാദത്ത ഹാദിൽ ഫിഅത്തി മിനൻ നിസാ, പിന്നീട് പറയുന്ന അപ്പോൾ വരുന്ന അവരുടെ കഥയൊക്കെ ശ്രദ്ധിക്കട്ടെ. എന്നിട്ട് യുത്താലിബും ബി യുജീസു ഷഹാദത്ത ഹാദിൽ ഫിഅത്തി മിനൻ നിസാ, അത്തരത്തിലുള്ള സ്ത്രീകൾക്ക് അവർ സാക്ഷി പറയാൻ അനുവാദം കൊടുക്കണം. തഅമ്മദു ഖൗലഹുന്ന ഫിൽ മഹാകിമ വൽ ഖലാ, കോടതികളിൽ മഹാകിമ എന്ന മഹ്കമത്തിൻ്റെ ബഹുവചനം കോടതികൾ, ഖലാ എന്ന് പറയുമ്പോൾ എന്താണ് വിധി പറയലിലും കോടതിയിലുമൊക്കെ അവരുടെ വാക്കുകൾ നല്ല അവലംബിക്കണം. വകാന്ന ഹാദിഹി സിഫാത്തുൽ ജസദിയ തംനഹുന്ന അൽ ഹൈബത വൽ അഖ്ല വൽ മൗസൂഖിയ, അവരുടെ ഈ ശരീരപ്രകൃതിയൊക്കെ ഉണ്ടല്ലോ അതുണ്ടായാൽ തന്നെ അത് അവർക്ക് വലിയ സ്ഥാനം ഉള്ളതിൻ്റെ ഒരു സൂചനയാണത്. അല്ലെങ്കിൽ അവർ നല്ല ബുദ്ധിമതികളാണ് എന്നതിൻ്റെ സൂചനയാണ്, അല്ലെങ്കിൽ അവർ വിശ്വസിക്കാവുന്നവരാണെന്നുള്ള സൂചനയാണ് കേട്ടോ എന്ന രീതിയിൽ പരിഹസിച്ച് പറയുകയാണ്. അപ്പോൾ അവർ അന്ന് ചെയ്തിരുന്ന ഒരു രീതിയെ ശക്തമായി പരിഹസിക്കുകയാണ് അവിടെ ഉണ്ടാകുന്നത്. അതോടൊപ്പം ഗസ്ല് എന്ന സ്ത്രീകളെ ശാരീരിക വർണ്ണനകൾ പറഞ്ഞുകൊണ്ടുള്ള ഗസ്ലിൻ്റെ കവിതയുമാണിത്. ഇനി ബാക്കിയുള്ള വരികൾ നോക്കാം. ആണ് എന്താ അതേസമയം റുസ്ഹ് എന്ന് പറയുമ്പോൾ മെലിഞ്ഞു പോവുക ശരീരം, അതിനെ നിങ്ങൾ മെലിഞ്ഞു പോവുക എന്നുള്ളതിനെ നിങ്ങൾ നിരസിക്കണം, അത് നിരാകരിക്കണം, സ്വീകരിക്കാൻ പാടില്ല. റഫ്ലൻ പാടെ നിരസിച്ച് കളയുക, തള്ളണം. ഷഹാദത്തിൻ്റെ വിഷയത്തിൽ ഇങ്ങനെ സാക്ഷി പറയുന്ന വിഷയത്തിൽ മെലിഞ്ഞവരാകുക എന്നുള്ളതിന് തള്ളിക്കളയണം കേട്ടോ. മെലിഞ്ഞവർ ഒരിക്കലും സ്വീകരിക്കരുത്. ലാത്തുജീദു ഷഹാദത്ത് റസ്ഹായി, മെലിഞ്ഞ ശരീരമുള്ള സ്ത്രീകളുടെ ഷഹാദത്ത് ഒരിക്കലും തന്നെ നിങ്ങൾ അനുവദിക്കരുത്, അത് അവരെ സാക്ഷി നിൽക്കാൻ അനുവദിക്കുകയും ചെയ്യരുത് കേട്ടോ. യദുഉ റഫ്ദി ഷഹാദത്തി നിസാഇ നഹീഫാത്ത്, നഹീഫ് എന്ന് പറയുമ്പോൾ മെലിഞ്ഞ സ്ത്രീകളുടെ ഷഹാദത്ത് അവർ സാക്ഷി പറയലിനെ നിരസിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. അല്ലാത്തില്ല അജിസത്ത ലഹുന്ന, അവർക്ക് വലിയ ഉരക്കെട്ടുകളില്ല. മുഅക്കിദൻ സാധാരണയുള്ള ഒരു ചെറിയ ശരീരമാണുള്ളത്. മുഅക്കദൻ റഫ്ലഹു ലഹുന്ന ബികുല്ലി ഹസ്മിൻ, അത് നിരസിക്കണമെന്നത് എല്ലാ നിലക്കും ഒരു നിലക്കും സ്വീകരിക്കാൻ പാടില്ല കേട്ടോ. മുഅക്കദൻ റഫ്ലഹു ലഹുന്ന ബികുല്ലി ഹസ്മിൻ, എല്ലാ
സ്ട്രിക്റ്റ്നെസ്സോടുകൂടിയും അതിനെ നിരസിക്കണമെന്ന് ഊന്നി പറയുന്നതാണ് റുഫുലു റഫ്ലൻ എന്ന് പറഞ്ഞതുള്ളത്. ഓക്കെ, അപ്പോൾ യുഖദിമു ഹക്കമൻ ഹുക്കുമൻ തഹക്കുമിയൻ ഓയർ മന്ദിക്കീൻ, അവിടെ ഒരിക്കലും ബുദ്ധിപൂർവമല്ലാത്ത പരിഹാസ്യമായിട്ടുള്ള ഒരു വിധി അത് അവതരിപ്പിക്കണം എന്നാണ് പറയുന്നത്. യുസല്ലിത്തുല്ലാഹു അലാ മുഫാറഖത്തി ഫിൽ മുജ്തമഇ ബൈന ശക്ലി വൽ മക്കാന. അപ്പോൾ സമൂഹത്തിൽ മൊത്തത്തിൽ തന്നെയുള്ള, പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിൽ, അവരുടെ രൂപത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വിവേചനം കാണിക്കൽ, അതുപോലെ അവരുടെ സ്ഥാനത്തിൽ ഒക്കെ അവരുടെ രൂപത്തിൻ്റെ കാര്യത്തിലുള്ള വിവേചനം കാണിക്കലിലേക്ക് സൂചിപ്പിക്കുന്നുണ്ട് ഇതിലൂടെ. അതുപോലെ ഒബിരിസു തഹയ്യുസൽ ജമാലിയ ബി ത്വബഇൻ ഫഖഹയിൻ, വളരെ പരിഹാസ്യമായ രീതിയിൽ പരിഹസിച്ചുകൊണ്ട് അല്ലെങ്കിൽ നർമ്മം കലർത്തിക്കൊണ്ട് എന്ന് പറയാം, നർമ്മമല്ല അങ്ങനത്തെ പരിഹാസം തന്നെയാണ്, പരിഹസിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, തഹയ്യുസുൽ ജമാലി എന്താണ് സൗന്ദര്യത്തിൻ്റെ പേരിലുള്ള ആ ഒരു തഹയ്യുസ്, അത് പക്ഷപാതിത്വം, ആ പക്ഷപാതിത്വത്തെ തുറന്നു കാണിക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരം വരികളിലൂടെ. എന്നിട്ട് പറയാം എന്താണ് ഈ മെലിഞ്ഞ സ്ത്രീകൾക്കൊക്കെ അവർക്ക് സ്വന്തമായിട്ട് ഒരു കോളനി പോലെ, അവർക്ക് സ്വന്തമായിട്ട് ഗ്രാമം ഉണ്ടായിരുന്നു, എത്ര നന്നിരുന്നു എന്നിങ്ങനെ അദ്ദേഹം നടക്കാത്തൊരു കഥ പറയുക, ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. തമന്നി എന്ന് പറയും അതിന്, അല്ലേ? തമന്ന ലൗഖാനത്തിൽ റുസഹ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ മെലിഞ്ഞ സ്ത്രീകൾ എന്നാണ്, നിസൗ നഹീഫാത്തു. അപ്പോൾ ആ കാലഘട്ടത്തിൽ അന്നത്തെ ഒരു കാഴ്ചപ്പാടാണ്, ശരീരം മെലിഞ്ഞാൽ അത് സൗന്ദര്യമല്ല എന്ന്. ഓരോരുത്തരും ഓരോ കാലത്തും ഓരോ ആളുകൾക്കും വ്യത്യസ്ത കാഴ്ചപ്പാടുണ്ടാവും കേട്ടോ, അതിലാരും ഒന്നും ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. ഓക്കെ, അപ്പോൾ അത് കവി പറയാണ് ഇങ്ങനെയുള്ള. അപ്പോൾ അന്നത്തെ നീതിപീഠം പോലും ആ രീതിയിലുള്ള വിവേചനമൊക്കെ കാണിച്ചിരുന്നത് കൊണ്ട് അപ്പോൾ പറയാണ് ഇങ്ങനെയുള്ള ഈ മെലിഞ്ഞ സ്ത്രീകൾക്ക് അവർക്ക് മാത്രം അലോട്ടഡ് ആയിട്ടുള്ള ഒരു ഗ്രാമം, അവർക്ക് സ്വന്തമായിട്ടുള്ള അവരുടേതായ ഒരു ഗ്രാമം ഉണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു. മഅസൂലത്ത ലാ യുശാരികുന ഫിഹാ അഹദ്, മാദാ അള്ളാഹു മുസ്ലിമും ബിദുആഇ എന്ന് പറഞ്ഞാൽ ഖറിയത്തുൻ ഹുന്ന ഫിഹ, അവിടെ അവർ മാത്രമാണ് ഉണ്ടാവുക. മാദാ അള്ളാഹു മുസ്ലിമും ബിദുആഇ എന്താണ് പറഞ്ഞത്, ഒരാളും തന്നെ അവർക്ക് വേണ്ടി ഒരു നല്ല നന്മയ്ക്ക് വേണ്ടി ഒരു പ്രാർത്ഥന പോലും നടത്തില്ല. വലാ യുദ്ആ ലഹുന്ന ബി ഖൈരിൻ, അവർക്കാരും അഥവാ ദുആ അലൈഹിന്ന ലാലിദംബിൻ അഖ്ലാഖിൻ ബലിശക്കിൻ, അവർക്ക് അനുകൂലമായിട്ട് ആരും ഒരു പ്രാർത്ഥിക്കുക പോലും ഇല്ല. അദ്വാ അലൈഹിൻ, അപ്പോൾ ആ സ്ത്രീകളെ അവരെ ഒരു സോപ്പിടലും കൂടെ വരുന്നുണ്ട് അതിലൂടെ കേട്ടോ. അദ്വാ അലൈഹിൻ ലാലി ദംബിൻ അഖ്ലാഖിൻ, എന്നാൽ അവരെങ്ങനെ ആക്ഷേപിച്ചുകൊണ്ട് അവർക്കെതിരെയാണ് പലരും പ്രാർത്ഥിക പോലും ചെയ്യാറുള്ളത്. ലാലി ദംബിൻ അഖ്ലാഖിൻ, അത് അവരെന്തെങ്കിലും ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു സ്വഭാവപരമായിട്ടൊക്കെ ഉള്ള ധാർമ്മികമായിട്ടുള്ള എന്നർത്ഥം. അഖ്ലാഖീന ധാർമ്മികമായിട്ടുള്ള ഒരു തെറ്റ് ചെയ്തതിൻ്റെ പേരിലല്ല, ബൽ ഷക്കിൽഹീന, അവരുടെ ശരീരത്തിൻ്റെ രൂപമാണ്, ശരീരത്തിൻ്റെ രൂപത്തിൻ്റെ പേരിൽ. മുബാലാത്ത തഹക്കുമിയത്ത് തഹ്ദിഫുൽ ഇദ്ഹാഖിൽ മുത്തലഖി വ ഇബ്രാദി തഫ്ദീൽ ഷാഇരി ലിഫിഅത്തിൻ മുഅയ്യനത്തിൻ മിനൻ നിസാ. അപ്പോൾ ഇതൊക്കെ ഒരു അങ്ങേയറ്റത്ത പരിഹാസപരമായുള്ള മുബാലഗത്ത്, പരിഹാസത്തിലുള്ള അങ്ങേയറ്റത്തെ ശൈലിയാണ്. തഹ്ദിഫു അത് ലക്ഷ്യം വെക്കുന്നത് ലിൽഹാക്കിൽ മുത്തലഖി, ഇത് സ്വീകരിക്കുന്ന ആളുകളെ അവരെ വല്ലാതെ ചിന്തിച്ച് അവരെ ചിരിപ്പിക്കുകയാണ്. വൈബ്രാദി തഫ്ദീൽ ഷാഇരി ലിഫിഅത്തിൻ മുഅയ്യനത്തിൻ മിന നിസാ, സ്ത്രീകളിൽപ്പെട്ട ഒരു പ്രത്യേക വിഭാഗത്തെ അവരുടെ മഹത്വം എടുത്ത് കാണിക്കുക, കവിയുടെ അവരെ കൂടുതൽ വലിയവരായിട്ട് കാണിക്കുന്ന അതിനെ വെളിപ്പെടുത്തുകയുമാണ് ഈ വരികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ യന്തഖിലു ഷാഇറുന മിന സുഖരിയത്തി സാഹിദത്തി ഇല ദുആഇ അലൈഹിം ബിശക്ലിൻ റംസിയ്യൻ. അപ്പോൾ ഇവിടെ കവി ഇതുവരെ അങ്ങേറ്റത്ത പരിഹാസത്തിൻ്റെ ശൈലിയിൽ നിന്ന് നീങ്ങിക്കൊണ്ട് അവർക്കതിൽ പ്രതീകാത്മകമായിട്ട് ദുആ ചെയ്യുന്ന അവർക്കുണ്ടായിരുന്നെങ്കിൽ എന്നിങ്ങനെ ഒരു പ്രാർത്ഥന പോലെയാണ്. നടക്കില്ലെങ്കിലും ഫയഖൂലു മുത്തമന്നിയൻ, എന്നിട്ട് അദ്ദേഹം ആഗ്രഹിച്ചുകൊണ്ട് പറയുകയാണ്, യാ ലൈതനി ഹൗലാഇ റുസഖി അഥവാ നിസാഇൽ നഹീഫാത്തി ഖറിയത്തൻ ഖാസത്തൻ ബിഹിന്ന, ഈ മെലിഞ്ഞവരായ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ഒരു ഗ്രാമം ഉണ്ടായിരുന്നെങ്കിൽ ലാ യുഖാലിതുഹുന്ന ഫിഹാ അഹദ്, അവരോടൊപ്പം അവിടെ ആരും അവിടെ കൂട്ടുകൂടുകയില്ല. മറ്റുള്ളവരുണ്ടാകുമ്പോഴാണല്ലോ ഇവർ പരിഹസിക്കപ്പെടുകയും അവരെ നിസ്സാരപ്പെടുത്തപ്പെടുകയും ചെയ്യുക. അവിടെയുള്ളവരെല്ലാം ഈ ഒരു രീതിയിലായിരുന്നു ആവുമ്പോൾ അവരുടെ ഇടയിൽ ആ വിവേചനത്തിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടാവില്ലല്ലോ. വലാ യുർഫഉ ലഹുന്ന ദുആഉൻ ബിഖൈരിൻ, അവർക്ക് വേണ്ടി ആരും തന്നെ
എന്താണ് അവരുടെ കാര്യത്തിൽ പ്രാർത്ഥിക്കുക ഒന്നും ഇല്ലാത്ത രീതിയിൽ അവരിങ്ങനെ സമൂഹത്തിൽ നിന്ന് ഒരു വേറിട്ട വേറെ ആളുകളായിരുന്നെങ്കിൽ വഹാദിൽ ഉമ്മിയത്തു തുഖ്ഫി വറഅഹൽ കതീറ മിനൽ ഇസ്തിഹ്സാഇൽ ഇജ്തിമായി ഇതൊക്കെ സമൂഹത്തിൻ്റെ ഒരു സ്വഭാവത്തെ അങ്ങേയറ്റം പരിഹസിക്കുകയാണ് ഈ ഒരു മോഹപ്രകടനം നടത്തുന്നതിലൂടെ കവി ചെയ്യുന്നത്. ഇത് ലായക്തഫി ബി റഫ്ദി ഷഹാദത്തിഹിന്ന അവരുടെ കേവലം അവരുടെ ഷഹാദത്ത് കോടതികളിലും അത്തരം സ്ഥലങ്ങളിലൊക്കെ അവർ പറയുന്നത് സ്വീകരിക്കില്ല എന്ന് മാത്രമല്ല സമൂഹം ചെയ്യുന്നത്, ബൽ യതമന്ന ഉസ്ലതഹുന്ന താമത്താനിൽ മുജ്തമഅ സമൂഹത്തിൽ നിന്ന് തന്നെ അവരെ തീരെ വേണ്ടാത്തതുപോലെ സമൂഹം അവരെ അങ്ങോട്ട് മാറ്റി നിർത്തുന്നു. ലി ഫറത്തി ഇസ്തിഹ്ജാനിഹി ലി ശക്ലിഹിന്നല്ലദി ലാ യുവാഫിഖു ദൗഖഹു അവരുടെ താല്പര്യത്തിന് അനുയോജ്യമല്ലാത്ത ഒരു ശാരീരിക രൂപമാണ് അവർക്കുള്ളത് എന്ന കാരണത്താൽ സമൂഹം അവരെ സമൂഹത്തിൽ നിന്ന് വെട്ടിമാറ്റുന്നത് പോലെ അതുകൊണ്ട് അവർക്കായിട്ടൊരിതുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നല്ലേ എന്ന് സമൂഹം അങ്ങനെ കൊതിക്കുന്ന പോലെ ഉണ്ട് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഓക്കെ, നോക്കൂ, ലൈസ ഫിഹ ഖിലാത്തുഹുന്ന സിബാഹു നബി അർദിൻ ബഈദത്തിൻ വഖലാഇ അവിടെ ഖിലാത്തുഹുന്ന അവരോട് ഇടപഴകാൻ സിബാഹുന്ന അവരല്ലാതെ അതേ ശരീര പ്രകൃതിയുള്ളവരല്ലാതെ ആരുമില്ല. ബി അർദിൻ ബഈദത്തിൻ മറ്റ് അതല്ലാത്ത ശരീരമുള്ള ആളുകളൊക്കെ ജീവിക്കുന്ന ആ ആളുകളുടെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വളരെ വിദൂരത്തിൽ സ്ഥലത്തായാൽ മതി. ഹലായിൻ ആരും ചെന്നാലെത്താത്ത ഒറ്റപ്പെട്ട എവിടെയെങ്കിലും ആയാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ സൂറത്തുൽ മംഫ അവരെ നാട് കടത്തുന്ന ആ ഒരു സ്ഥലത്ത് ചിത്രീകരിക്കണം. അല്ലെങ്കിൽ യതമന്നാഹുലി റസ്ഖ് കവി ആ മെലിഞ്ഞ സ്ത്രീകൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ആ ഒരു മംഫയെ അഥവാ അവരെ നാട് കടത്തപ്പെടുന്ന അല്ലെങ്കിൽ അവരെ അതന്നെ എക്സൈൽ ചെയ്യുന്ന ആ സ്ഥലത്തെ ചിത്രീകരിക്കുക. ബിഹിന്ന അഹദുൻ അവിടെ പിന്നെ അവരോട് ഒരുമിച്ച് ചേരാൻ വേറെ ആരുമില്ല. ഫി അർദിൻ മഖ്ഫറത്തിൻ നാഇ അതൊരു മരുഭൂമിയാണ്, അത് തന്നെ ഒറ്റപ്പെട്ട ഒരു മരുഭൂമി പോലെ കിടക്കുകയാണ്. അൽ മഷ്ദൂന കൊമേഡിയും സാഹിർ ഇവിടെ ഒരു കോമഡിയുടെ രൂപമാണ്, വളരെ പരിഹാസ്യമായ ഒരു കോമഡി രൂപമാണ് ഇവിടെ കവി ഉപയോഗിക്കുന്നത്. യുസഫിറു ഹൗലായി നിസായി കമംബുദാത്തി മിനൽ മുജ്തമഇ ജമാലിഹിന്ന നാഖിസ് അവരുടെ ആ സൗന്ദര്യം കുറഞ്ഞതിൻ്റെ പേരിൽ അവർ സമൂഹത്തിൽ നിന്ന് പാടെ മംബൂദാത്ത് സമൂഹത്തിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട ആളുകളെ പോലെ ഫിനദുൽ ഷായർ കവിയുടെ ഒരു ചിന്തയിൽ നോക്കുമ്പോൾ അവർ സമൂഹത്തിൻ്റെ ഉള്ളിലുണ്ടെങ്കിലും ഒരു സമൂഹത്തിൽ നിന്ന് തന്നെ പാടെ അകറ്റപ്പെട്ട ആളുകളെ പോലെയാണ്. യസ്തമിറു ഷായറു ദുആഹു സായിറ അല റുസഖ് അവിടെ ഇവർക്ക് എതിരിലുള്ള ആ ഒരു പ്രാർത്ഥന കവി ഇങ്ങനെ ആവർത്തിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ പ്രാർത്ഥന ഉദ്ദേശിച്ചുകൊണ്ടല്ല, ഇത് കവിതയിലൂടെ അതിനെ ചിത്രീകരിക്കുകയാണ് അദ്ദേഹം സമൂഹത്തിൻ്റെ മനസ്സിനെ. ഫയുഫസ്സിലു ശക്ലൽ ഹയാത്തില്ലതി യതമന്നഅഹ ലഹുന്ന ഫീ തിൽക്കൽ ഖറിയത്തിൽ മംഫിയ അല്ലതി തഖയ്യലഹ ഫിൽ ബൈത്തി സാബിഖ് തൻ്റെ മുമ്പത്തെ വരിയിൽ ഇവിടെ പറഞ്ഞ കവി ആ ഒരു ഭാവനയിൽ കണ്ട ആ ഒരു ഗ്രാമം എന്നുണ്ടല്ലോ, അങ്ങനെ അവർക്ക് മാത്രമായിട്ടുള്ള നാമപയക്കുലുലേത്തത്തിൽ കറിയത്തിൽ ആയസ്കുനു ആദുൻ സിവാഹുൻ അതിൻ്റെ ആ ഒരു ഗ്രാമത്തിൻ്റെ അവിടുത്തെ ഒരു ജീവിത രീതി പറയുകയാണ്. അവിടെ വേറെ ഒരു തരത്തിലുള്ള ആളുകളുമില്ല, ഇതേ ശരീരപ്രകൃതിയുള്ള ആളുകൾ മാത്രമാണ് ഇവരോട് ഇടപഴകുന്നത്. ലായസ്കുനു ആദു സിവാഹുന്ന വലായഖ്തലിതു ബിഹിന്ന അഹദുൻ അവരോടുകൂടെ മറ്റാരെങ്കിലും വന്ന് ചേരുന്ന ഒരു സാഹചര്യം തന്നെ ഇല്ല. ഫതഖൗഫി അർദിൻ ബഈദത്തിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഏതോ വിദൂരമായിട്ടുള്ള വളരെ അകലെയുള്ള മഖഫറത്തും വല്ല മരുഭൂമിയിലുമായിരിക്കേണ്ടി വരും. ഖാലിയത്ത മിനൽ ബശർ മറ്റു മനുഷ്യരൊന്നും ഒരിക്കലും തന്നെ ഇല്ലാത്ത മനുഷ്യരിൽ നിന്നൊക്കെ ഖാലിയായിട്ടുള്ള ഏതെങ്കിലും സ്ഥലത്തായിരിക്കേണ്ടി വരും. ബിഹാദൽ ബൈത്തി യുസബ്ബിറു ഷായിറു നൗഅൻ മിനൽ ഉസ്ലത്തി താമത്തി ലത്തി തസിലു ഇലാ ഹദ്ദിൽ മംഫൽ ജമാലി വൽ ഇജ്തിമാഇ സമൂഹം സൗന്ദര്യത്തിൻ്റെയും മറ്റും പേരിൽ ഇവരെ നാട് കടത്തുന്നതിൻ്റെ അല്ലെങ്കിൽ അവരെ അകറ്റുന്നതിൻ്റെ അതിൻ്റെ ആ ഒരു ഇവിടെ ആ ഒരു സമൂഹത്തിലുള്ള ആ ഒരു സമ്പൂർണ്ണമായ ഒറ്റപ്പെടുത്തൽ അത് സൗന്ദര്യത്തിൻ്റെ പേരിലുള്ള ഒരു അങ്ങേയറ്റത്തെ ഒരു നാടുകടത്തൽ പോലെ അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള ഒരു അവരെ അകറ്റൽ ൻ്റെ ഒരു ശൈലിയാണ് ഇതിലൂടെ കവി ചിത്രീകരിക്കുന്നത്. ഹൈസു തുസ്ലു റസ്ഹ അനിൽ ആലമി തമാമന് അവർ ലോകത്ത് നിന്ന് തന്നെ പാടെ വേർപ്പെടുത്തപ്പെട്ട ആളുകളെപ്പോലെ എന്ന്. ഓക്കെ, അപ്പോൾ അത്രയുമാണ് ഈ ആറ് വരികളാണ് നമ്മൾ ചർച്ച ചെയ്തത്. നമുക്ക് ഇത് ദീർഘിച്ചു പോകുന്നതുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കണം. ഇനി നമുക്ക് 7, 8, 9 ഓക്കെ 7, 8, 9, 10, 11, 12 വരികളാമത്തുള്ള 6 വരികൾ നമ്മൾ കവർ ചെയ്തു. ഇനി 6 വരികൾ കൂടെ ഉണ്ട്, അത് നമുക്ക് അടുത്ത ഒരു
ക്ലാസ്സിലായിട്ട് അടുത്തൊരു വീഡിയോയിലായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കവിതയുടെ ഒരു പോക്കും അതിൻ്റെ ആശയങ്ങളെ പറ്റിയുള്ള ഒരു ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ, ബാക്കി നമുക്ക് അപ്പോൾ ഈ ഒരു സ്ത്രീകളുമായുള്ള ശരീരപ്രകൃതിയെ എങ്ങനെ വർണ്ണിച്ചുകൊണ്ടുള്ള ഒരു സംഭവമാണ് ഗസൽ എന്ന് പറയുമ്പോൾ. അവരുള്ള ഒരു കവിയുടെ ഒരു താല്പര്യം പ്രകടിപ്പിക്കൽ കൂടെ അതിൻ്റെ ഉള്ളിലൂടെ കടന്നു വരുന്നുണ്ട്. അതിലൂടെ ചില സാമൂഹ്യ വിമർശനങ്ങളും കാര്യങ്ങളും എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഉള്ളതെന്നിപ്പോൾ നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ബാക്കി ഭാഗം അടുത്തൊരു ക്ലാസ്സിലായിട്ട് കാണാം. ഓക്കെ, എല്ലാവർക്കും നന്ദി. ബൈ.